ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഈ പഠന പരമ്പരയിൽ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് എബ്രായ ലേഖനത്തിലെ 6-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന അപ്പോസ്തോലിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങൾ അല്ലേ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ 2 കാര്യങ്ങൾ നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കണം അല്ലേ. ഒന്ന് ഉപദേശം. ഈ ഉപദേശം എന്നുള്ള വാക്ക് നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതിയിലല്ല അല്ലേ. ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മുടെ പച്ച മലയാളത്തിൽ ഉപദേശം ഒരാൾക്കൊരു എന്തെങ്കിലും ഒരു സൂചന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിർദ്ദേശിക്കുക അല്ലേ. അതല്ല ഉപദേശം എന്ന് ബൈബിളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉപദേശം എന്ന് ബൈബിളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണ് അല്ലേ. അതാണ് നമ്മൾ ഈ ആഴ്ച തോറും വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിഷയം, ആ വിഷയത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ നമ്മൾ അപ്പോസ്തോലിക വിശ്വാസത്തിൻ്റെ 7 ഉപദേശങ്ങൾ കണ്ടു. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? മാനസാന്തരം അല്ലേ, അതാണ് ഒന്നാമതായിട്ടുള്ളത്. മാനസാന്തരം, പിന്നെ വിശ്വാസം, പിന്നെന്തായിരുന്നു? ജലസ്നാനം, പിന്നെ അത് കഴിഞ്ഞിട്ട് 4 ആത്മസ്നാനം, അത് കഴിഞ്ഞ് 5-ാമത്തത് കൈവെപ്പ്. കൈവെപ്പ് നമ്മൾ പറഞ്ഞായിരുന്നു ശുശ്രൂഷയെ സൂചിപ്പിക്കുന്നു അല്ലേ. പിന്നെ 6-ാമത്തതായിരുന്നു പുനരുത്ഥാനം. പിന്നെ 7-ാമത്തത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതുപോലെ നിത്യ ന്യായവിധി. അത് സുവിശേഷം അനുസരിക്കാത്തവർക്ക് ശിക്ഷാവിധിയാണ്, പക്ഷെ എല്ലാവർക്കും ഒരു ന്യായവിധിയുണ്ട്. അപ്പോൾ ഇത്രയും ഉപദേശങ്ങളായാണ് അപ്പോസ്തോലിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഉപദേശം മാത്രം പഠിച്ചാൽ പോരാ വചനത്തിൽ നിന്ന്. അതിൻ്റെ കൂടെ തന്നെ അടുത്തതായിട്ട് പഠിക്കേണ്ടതാണ് അപ്പോസ്തോലിക വിശ്വാസത്തിൻ്റെ ആചാരങ്ങൾ. ആചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർമാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില പ്രവൃത്തികൾ. ഉപദേശം നമ്മൾ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കണം, വിശ്വസിക്കണം. ഇതെല്ലാം ബുദ്ധിപരമായി മനസ്സിലാക്കി വിശ്വസിച്ച് അനുസരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതും ബുദ്ധിപരമായി മനസ്സിലാക്കേണ്ടതാണ്, പക്ഷെ ഇതെല്ലാം പ്രായോഗിക തലത്തിൽ സഭയായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അതിന് നമ്മൾ ആധാരമായിട്ട് എടുക്കാൻ പോകുന്നത് ഇനിയുള്ള ഭാഗങ്ങളെല്ലാം ഈ വാക്യത്തിൻ്റെ ആധാരമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2:41-42 നമുക്ക് വായിച്ചു കേൾക്കാം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. പെന്തക്കോസ്ത് നാളില് പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3000 പേര് സ്നാനപ്പെട്ട സഭയുടെ ഭാഗമായി. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഉപദേശം കേട്ടു, അതായത് ഉപദേശം പഠിച്ചു. 2-ാമത് കൂട്ടായ്മ, 3-ാമത്തത് അപ്പം നുറുക്കിയുള്ള ആരാധന, പിന്നെ 4-ാമത്തത് പ്രാർത്ഥനകൾ. അപ്പോൾ കണ്ടോ, ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക, ദൈവത്തെ ആരാധിക്കുക, പ്രാർത്ഥന. ഇതാണ് ഇനി നമ്മൾ മുന്നോട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഉപദേശവുമായി ആചാരങ്ങളും ആവും. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കാൻ പോകുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം അവർ കേട്ടു പോന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ ഉപദേശം കേട്ടു എന്ന് പറയുമ്പോൾ എന്താണ് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ 7 ഭാഗങ്ങളും ഉപദേശമായിരുന്നു, പക്ഷെ ഇവിടെ ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുമ്പോൾ അടിസ്ഥാന ഉപദേശം മാത്രം പഠിച്ചാൽ പോരാ. അപ്പോസ്തലന്മാർക്ക് വിശേഷാൽ വെളിപ്പെട്ടു വന്ന ഉപദേശം എന്ന് പറയുമ്പോൾ പുതിയ നിയമം മൊത്തം വരും അതിനകത്ത്. അപ്പോൾ പുതിയ നിയമം മൊത്തം ഇനി പഠിപ്പിക്കാൻ പറ്റത്തില്ല, അത് ജീവിതകാലം മുഴുവൻ നമ്മൾ എടുത്ത് പഠിക്കേണ്ടതാണ്. പക്ഷേ പുതിയ നിയമം പഠിക്കുമ്പോൾ ഈ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഉപദേശം കൂടാതെ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ ഏറ്റവും കാതലായിട്ടുള്ള അതിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന 3 ഉപദേശങ്ങൾ നമ്മൾ പഠിക്കണം. എങ്കിൽ നമുക്ക് ബൈബിൾ ഏത് ഭാഗം വായിച്ചാലും നമുക്ക് വ്യാഖ്യാനിക്കാൻ എളുപ്പമായിരിക്കും. കാരണം നമുക്കതിൻ്റെ സത്ത് നല്ല പോലെ അറിയാൻ പറ്റും. അപ്പോൾ ഏറ്റവും സവിശേഷതയുള്ള, ഏറ്റവും സാരവത്തായിട്ടുള്ള, അതിൻ്റെ ആ സാരം അല്ലേ, ഇപ്പം എല്ലാത്തിൻ്റെയും ഒരു നട്ടല്ലെന്നൊക്കെ പറയുന്ന പോലത്തെ 3 ഉപദേശങ്ങളും. അത് ഉപദേശം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വിഷയമല്ല, വലിയ വിഷയങ്ങളാണ് ഇന്ന് ഈ മാസം നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനിയുള്ള 3 ഭാഗങ്ങൾ
അത് നമ്മൾ ബൈബിളിൻ്റെ പല ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിങ്ങനെ തുടർമാനമായിട്ട് പഠിപ്പിക്കുന്ന വലിയ വ്യാപ്തിയുള്ള വിഷയങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അപ്പോസ്തോലന്മാരുടെ ഉപദേശം എന്ന് പറയുമ്പോൾ ഈ അടിസ്ഥാന ഉപദേശങ്ങൾ മാത്രം പോരാ, അല്ലേ? നമ്മൾ കെട്ടിടം കെട്ടുമ്പോൾ അടിസ്ഥാനം കെട്ടിയിട്ട് പിന്നെ കെട്ടിടം പണിയണം. ഇതെല്ലാം അടിസ്ഥാനമാണ്, ഇതെല്ലാം മണ്ണിനടിയിലാണ്. ഈ അടിസ്ഥാന വിശ്വാസം എല്ലാം അടിയിലാണ്. ഇനി കെട്ടാൻ പോകുന്ന ക്രിസ്തീയ ജീവിതത്തിന് കാതലായിട്ടുള്ള ഏറ്റവും സാരവത്തായിട്ടുള്ള 3 ഉപദേശ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ സാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വിഷയമാണ് യേശു കർത്താവാകുന്നു. ഈ ഒരു വലിയ സത്യം മനസ്സിലാക്കിയാൽ തന്നെ പുതിയ നിയമം വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ തെറ്റിപ്പോകത്തില്ല. വളരെ കാതലായ അടിസ്ഥാന തത്വമാണ് യേശു കർത്താവാകുന്നു, നമ്മളിപ്പോൾ പാടിയ പോലെ, അല്ലേ? അപ്പോൾ 1-2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 36-ാം വാക്യം. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. പെന്തക്കോസ്ത് നാളിൽ യഹൂദന്മാരോടാണ് പത്രോസ് പ്രസംഗിച്ചത്. അപ്പൊ പറഞ്ഞിരിക്കുന്ന കേട്ടോ, ഇസ്രായേൽ ഗ്രഹം മൊത്തം എല്ലാ യഹൂദനും തിരിച്ചറിയണം, നിങ്ങൾ ക്രൂശീകരിച്ച യേശു ക്രിസ്തു ആരാണ്? ദൈവം കർത്താവാക്കി വെച്ചിരിക്കുകയാണ്, അല്ലേ? അപ്പൊ യഹൂദന്മാർക്ക് കർത്താവ് ആരാണ്? യേശു, അല്ലേ? അപ്പൊ യഹൂദന്മാരുടെ മാത്രമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 10:36 ഇതേ പത്രോസ് കൊർന്നില്യോസ്, ജാതീയനായ യഹൂദനല്ലാത്ത കൊർന്നില്യോസിന്റെ ഭവനത്തിൽ പോയി പറഞ്ഞ എന്താ? അവൻ എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. കേട്ടോ, അപ്പോസ്തല പ്രവൃത്തികൾ 2 പറഞ്ഞു ഇസ്രായേൽ ഗ്രഹം മൊത്തം അറിയട്ടെ ഇവൻ കർത്താവാകുന്നു. ഇപ്പൊ പറഞ്ഞിരിക്കുക എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ യഹൂദന്മാരുടെ മാത്രമല്ല, ഇന്ത്യക്കാരുടെയും മലയാളികളുടെയും തമിഴരുടെയും തെലുങ്കരുടെയും അമേരിക്കക്കാരൻ്റെയും യൂറോപ്പുകാരൻ്റെയും എല്ലാവരുടെയും കർത്താവ് ആരാണ്? യേശു ക്രിസ്തു. റോമർ 10:9 നമ്മൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ഇത് ഏറ്റു പറയണം, അല്ലേ? നമ്മൾ കണ്ടൊരു വാക്യമാണെങ്കിലും വായിക്കാം. റോമർ 10:9 യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്ന വിശ്വാസം എന്താണ് ഏറ്റുപറയുന്നത്? യേശു കർത്താവാകുന്നു. ഇത് ഏറ്റു പറയാതെ രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. ഇത് ഏറ്റു പറയുന്നതാണ് രക്ഷിക്കപ്പെടുത്തുന്ന വിശ്വാസം. ഇതിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇതെങ്ങനെ ഏറ്റു പറയാൻ പറ്റും? 1 കൊരിന്ത്യർ 12:3 ആകയാൽ പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല എന്ന് നിങ്ങളെ. യേശു കർത്താവാകുന്നു മലയാളം പഠിച്ചാൽ പോരെ പറയാൻ? അതുപോരാ. അപ്പൊ വെറും വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം, അല്ലേ? പരിശുദ്ധാത്മാവ് ഉള്ളിൽ ബോധ്യം നൽകി അതിൽ ഉറപ്പ് പ്രാപിച്ച് വിശ്വാസത്തോടെ ആ വെളിപ്പാട് നിമിത്തം നമ്മൾ ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ് യേശു കർത്താവാകുന്നു എന്ന് പറയുമ്പോൾ രക്ഷ പ്രാപിക്കുന്ന വിശ്വാസം. അപ്പം ഇത് ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ ക്രിസ്തീയ മലയാളം പഠിത്തമല്ല, അല്ലേ? യേശുവിനെ ചുമ്മാ കർത്താവെന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച നിമിത്തം ഒരു ഏറ്റുപറച്ചിലുണ്ട്, അല്ലേ? ഇനി നമ്മളിപ്പോൾ പാടിയതുപോലെ എല്ലാം മുട്ടും മടങ്ങും എല്ലാ നാവും ഏറ്റുപാടുമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞത് ഫിലിപ്പിയർ 2:11 അന്ത്യത്തിൽ എന്ത് സംഭവിക്കും? എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എല്ലാ നാവും, അല്ലെ? അതിന് മുമ്പത്തേക്ക് വാക്യം നോക്കിയാൽ അറിയാം. അതോ ലോകത്തിലും സ്വർഗത്തിലും ഭൂമിയിലും ഒക്കെ ഉള്ള എല്ലാവരും അവസാനം മുട്ടുകുത്തി ഏറ്റുപറയണം യേശു തന്നെയാണ് കർത്താവ്. ഇപ്പോൾ അത് സ്വമേധ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഏറ്റുപറയുന്നവർ രക്ഷിക്കപ്പെടും. അവസാനം പക്ഷെ രക്ഷിക്കപ്പെടാത്തവനും മുട്ടുകുത്തി പറയും അയ്യോ യേശു ആണ് കർത്താവ്, അല്ലേ? അപ്പൊ അന്ത്യത്തിൽ അത് പറയുന്നതിൽ കാര്യമില്ല. ഇപ്പോഴേ കർത്താവിനോട് യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്നവർക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും, അല്ലേ? ഇത്തരം വാക്യങ്ങളെ നമ്മൾ ഇപ്പോൾ നോക്കുന്നുള്ളൂ. യേശു കർത്താവാകുന്നു എന്നുള്ളത് കണ്ടോ. ഇതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ ക്രിസ്തീയ വിശ്വാസമാകട്ടെ, ക്രിസ്തീയ ജീവിതമാകട്ടെ, ക്രിസ്തീയ ലോകവീക്ഷണമാകട്ടെ, എല്ലാം നമുക്ക് ഈ ഒരു ചെറിയ ഒരു വാചകത്തിൽ നമുക്ക് ഉപസംഹരിച്ച് പറയാം, അല്ലേ? അതായത് ഇതെന്തൊക്കെ തെളിയിക്കുന്നു നോക്കിയാൽ യേശു കർത്താവാകുന്നു എന്ന് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്
പഴയ നിയമത്തിൽ യഹോവയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. നമ്മൾ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ അറിയാം അല്ലേ, കർത്താവ് എന്നുള്ള വാക്ക് യഹോവയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് ആകുന്നു എന്ന് പറയുമ്പോൾ എന്താ അതിന് ഒന്നാമത് തെളിഞ്ഞു വരുന്നേ? യേശു ദൈവമാണ് അല്ലേ. അപ്പോൾ അവൻ്റെ ദൈവത്വം ഇത് തെളിയിക്കും. ഇനി യേശു കർത്താവാണെന്ന് പറയുമ്പോൾ എന്താ? യേശു ഒരു മനുഷ്യനാണ് അല്ലേ, മനുഷ്യൻ. അപ്പോൾ അതെന്ത് തെളിയിക്കുന്നു? അവൻ്റെ ജഡാവതാരം. ദൈവം മനുഷ്യരൂപത്തിൽ കടന്നു വന്നു അല്ലേ. അങ്ങനെ മനുഷ്യനായ നസ്രയനായ യേശു കർത്താവാകുന്നു. അപ്പൊ അവന്റെ ദൈവത്വവും അവന്റെ മനുഷ്യത്വവും അവന്റെ ജഡാവതാരവും ഈ പറയുന്നതിലുണ്ടല്ലേ. ഇനി അവൻ കർത്താവാകുന്നു എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? എൻ്റെ കർത്താവാകുന്നു അല്ലേ. അതായത് അതിന്റെ അർത്ഥം എന്തുവാ? അവൻ മരിച്ച് അവന്റെ രക്തത്താൽ നമ്മെ വിലക്കെടുത്തു. ഇപ്പോൾ നമ്മൾ അവന്റെ വകയാണ്. അപ്പോൾ അവന്റെ കർത്തൃത്വത്തിന് കീഴിലാണ് ഞാൻ. ഈ 3 കാര്യങ്ങളും നമ്മൾ കണ്ടോ, 3 കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചെറിയ വാചകം പറയുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. 1, യേശു ദൈവമാണ്. 2, യേശു ജഡാവതാരത്തിൽ കടന്നു വന്ന ദൈവപുത്രനാണ് അല്ലേ. അത് മനുഷ്യനാണേലും അവൻ ദൈവമാണ്. 3, എൻ്റെ കർത്താവ് എന്ന് പറയുമ്പോൾ ഞാൻ അവൻ്റെ കർത്തൃത്വത്തിന് കീഴിലാണ്. അവൻ എന്നെ അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്തു. അതിൻ്റെ അർത്ഥം അവൻ ക്രൂശി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവനുള്ള കർത്താവാണ്. അപ്പോൾ കണ്ടോ, ഈ 3 കാര്യങ്ങളും നമുക്ക് ഈ ഒരു ചെറിയൊരു വാചകത്തിൽ സൂചിപ്പിക്കാം. യേശു കർത്താവാകുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ക്രിസ്തീയ വിശ്വാസമായാലും ജീവിതമായാലും ലോകവീക്ഷണമായാലും അതിൻ്റെ എല്ലാം ആധാരം ഒരു സംക്ഷിപ്ത രൂപത്തിൽ പറയണമെങ്കിൽ ഈ ഒരു ഏക വാചകം പറഞ്ഞാൽ മതി, യേശു കർത്താവാകുന്നു. മനസ്സിലായോ? അപ്പോൾ എത്ര അർത്ഥവത്തായ ഒരു വാചകമാണ്. ചുമ്മാ നമ്മൾ യേശു കർത്താവാകുന്നു എന്ന് പറയല്ല, അതിന് വളരെ അർത്ഥമുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, യേശു എൻ്റെ കർത്താവാണോ? ഇതൊരു ചോദ്യമാകണം അല്ലേ. യേശു എൻ്റെ കർത്താവാണോ? ചുമ്മാ കർത്താവ് എന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു കർത്താവ് എന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി യേശു കർത്താവാണെന്ന് ഇപ്പൊ ചോദിച്ചാൽ എല്ലാവരും പറയും പിന്നെ കർത്താവ് അല്ലയോ അല്ലേ. നമ്മുടെയൊക്കെ പിന്നെ കർത്താവ് വേറെ ആരാണ്? യേശു കർത്താവ് തന്നെ. അപ്പൊ അത് നമ്മൾ ചോദിച്ചാൽ ഉടനെ നമ്മൾ അങ്ങ് പറയുന്നത് കൊണ്ട് നമ്മളിപ്പോൾ സമയമെടുത്ത് നമ്മുടെ ജീവിതം ഒന്ന് വിശകലനം ചെയ്യാൻ പോവാണ്. യേശു എൻ്റെ കർത്താവാണോ? അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, യേശു എൻ്റെ കർത്താവാണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ 10 മേഖലകൾ നമ്മൾ വചനപ്രകാരം ഒന്ന് ചിന്തിക്കാൻ പോവാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ ജീവിത ലക്ഷ്യം, അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ജീവിത അഭിലാഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം. വേറൊരു വാക്കിൽ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? പൗലോസ് അപ്പോസ്തലന്റെ ഉത്തരം ഒന്ന് കേട്ടെ. ഫിലിപ്പ്യ ലേഖനം 1:20-21. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തീയ വേലയെന്നോ ക്രിസ്തീയ ജീവിതം എന്നൊന്നുമല്ല, ക്രിസ്തു അതെ. അതൊരു നമ്മുടെ വ്യാകരണം വെച്ച് നോക്കുകയാണെങ്കിൽ ശരിയായ ഒരു വാചകമല്ല അല്ലേ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിച്ചാലും മരിച്ചാലും എൻ്റെ ശരീരത്തിൽ ക്രിസ്തു മഹത്വമുള്ളവനാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ എനിക്ക് ജീവിക്കണം അല്ലേ. അത് അപ്പോസ്തലൻ്റെ നല്ലൊരു വാചകം. അങ്ങനെ അങ്ങ് അപ്പോസ്തലൻ പൗലോസ് എന്നങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ? അങ്ങനത്തെ ചിലരൊക്കെ ഉണ്ട്, അവർ വലിയ പ്രസംഗകരൊക്കെ ആയിരിക്കും, അവർ ഓക്കെ, അവർക്ക് അല്ലേ. പൗലോസിന് ജീവിക്കുന്നത് ക്രിസ്തു എന്നാണോ നമ്മൾ പറയണ്ടേ? അല്ലല്ല, ഇത് സകല ദൈവ മക്കളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശമാണ്. എഫീഷ്യ ലേഖനം 1:5-6 ഒന്ന് നോക്കിക്കേ. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. വലിയ കടികട്ടി വാക്യങ്ങളാണ് അല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളെ പ്രിയനായവനിൽ
എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവത്തിൻ്റെ പ്രിയനായവൻ ആരാണ്? യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൽ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. നമ്മളെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ ദൈവം നമുക്കൊരു അന്ത്യം നിയമിച്ചു വെച്ചിരിക്കുകയാണ്, നമുക്കൊരു ഉദ്ദേശം നിയമിച്ചു വെച്ചിരിക്കുക. എന്താ അവിടുത്തെ ഉദ്ദേശം? ആ വാക്യത്തിൽ നിന്ന് ആർക്കെങ്കിലും ഉത്തരം പറയുമോ? എന്താണ് നമ്മെക്കുറിച്ച് ദൈവം മുൻ നിയമിച്ചു വെച്ചിരിക്കുന്ന ഉദ്ദേശം? നമ്മെ പ്രിയനായവനിൽ, ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നമ്മെ മുൻ നിയമിച്ചു വെച്ചു. അപ്പം നമ്മെ ദൈവം മുൻ നിയമിച്ചു വെച്ചിരിക്കുന്ന എന്തിനാണ്? അവൻ്റെ കൃപയുടെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി. ഇതല്ലേ ഫിലിപ്പിയർ 1:20 പൗലോസ് പറഞ്ഞേ, ഞാൻ ജീവിച്ചാലും മരിച്ചാലും എൻ്റെ ശരീരത്തിൽ ക്രിസ്തു മഹത്വീകരിക്കപ്പെടണം. അപ്പോൾ കണ്ടോ, എല്ലാ ദൈവമക്കളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അവരുടെ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ കൃപയുടെ മഹത്വം പുകഴ്ച പ്രാപിക്കണം, അല്ലേ? അത് പുകഴ്ത്തപ്പെടണം. എങ്ങനെ ജീവിച്ച കർത്താവിൻ്റെ കൃപയുടെ മഹത്വം നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ പുകഴ്ചയിൽ ചെന്ന് അവസാനിക്കും? അതാണ് റോമർ 8:28-29. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എന്നറിയുന്നുണ്ടോ നമ്മളെല്ലാവരും? എല്ലാവർക്കും എപ്പോഴും എല്ലാം അങ്ങ് നന്മ സംഭവിക്കുന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. സംഭവിക്കുന്ന എല്ലാം നല്ലതിനൊന്നും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, വേറെ ആർക്കും ഇല്ലത്, അല്ലേ? വിളിക്കപ്പെട്ട ദൈവമക്കൾക്ക്, ദൈവത്തെ സ്നേഹിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നന്മയായിട്ടും തിന്മയായിട്ടും ഒക്കെ തോന്നിയാൽ എല്ലാം കർത്താവ് എന്തിനാണ്? നമ്മുടെ നന്മയ്ക്കായിട്ട് ചെയ്യുന്നത്. എന്താ അവിടുത്തെ നന്മ? എന്ത് നന്മയെക്കുറിച്ചായി പറയുന്നേ? അത് അടുത്ത വാക്യത്തിലേ അത് മനസ്സിലാകുകയുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ നന്മയല്ല, അല്ലേ? നമ്മൾ ചിന്തിക്കുന്ന വിഭാവനം ചെയ്യുന്ന നന്മയല്ല. റോമർ 8:29 ആ നന്മ എടുത്ത് സ്പഷ്ടമാക്കിയിട്ടുണ്ട്. അവൻ മുന്നറിഞ്ഞവരെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ വായിച്ചല്ലോ, കൃപയുടെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എങ്ങനെ നമ്മൾ ജീവിച്ചാൽ ആ മുൻ നിയമിച്ച കാര്യം സംഭവിക്കും. എങ്ങനെ? നമ്മൾ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ മൂത്ത സഹോദരനാകും, അല്ലേ? പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? മുൻ നിയമിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിൻ്റെ സ്വഭാവം എന്നിൽ വെളിപ്പെട്ട് വരികയാണെങ്കിൽ അത് അവൻ്റെ കൃപയുടെ മഹത്വത്തിൽ ചെന്ന് ഫലിക്കും. അപ്പം നമ്മുടെയൊക്കെ ജീവിത അഭിലാഷം എന്താണ്? ഇതാണോ നമ്മുടെയും അഭിലാഷം? ഇതാണ് കർത്താവിൻ്റെ ഉദ്ദേശം, അല്ലേ? നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ ക്രിസ്തുവിൻ്റെ ആ സ്വരൂപത്തിലോട്ട് നമ്മൾ അനുരൂപരാകണം. അതുനിമിത്തം നമ്മുടെ ജീവിതം അവന് മഹത്വമുളവാക്കണം. ഇതാണ് മുൻ നിയമിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച്. അത് തന്നെയാണോ എൻ്റെയും നിങ്ങളുടെയും ഉദ്ദേശം? അതോ ജീവിതാഭിലാഷത്തിൻ്റെ വിഷയം വരുമ്പോൾ കർത്താവ് വേറെയാ, ഞാനാ കർത്താവ്, യേശു അല്ല, അല്ലേ? ഈ വിഷയത്തിൽ ആർക്കാണ് ആത്യന്തികമായ അധികാരമുള്ളത്? അല്ലേ? കർത്താവ് എന്നുള്ള വാക്കറിയാലോ, അധികാരി. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ, ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് ആരാ? ലോകമാണോ? നമ്മുടെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങളാണോ? അതോ ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ ആത്യന്തികമായ ലക്ഷ്യമേ ഉള്ളൂ, മുന്നോട്ട് പോകുന്തോറും ഞാൻ കൂടുതൽ കൂടുതൽ യേശുവിൻ്റെ സ്വരൂപത്തിലോട്ടായിട്ട് അതിലൂടെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് മഹത്വം വരണം, അല്ലേ? ഇതാണോ നമ്മുടെയൊക്കെ ലോങ് ടേം ഗോൾ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, അല്ലേ? നമ്മൾ ദീർഘദൂരമായിട്ട് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് ജീവിതത്തിൻ്റെ. ആത്യന്തികമായിട്ട് ഇവിടെ എത്തിയാൽ എൻ്റെ ജീവിതം ധന്യമായി. ഇതാണോ നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം? അതോ മറ്റുള്ളവരെ പോലെ പൈസ സമ്പാദിക്കണം, മറ്റുള്ളവരെ പോലെ ജീവിക്കണം, അല്ലലൊന്നും കൂടാതെ ഈ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ നേടിപ്പോണം, അല്ലേ? അതാണോ നമ്മുടെ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം? ഈ ലക്ഷ്യത്തോട് ചേർന്ന് പോകാത്തതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം, അല്ലേ? അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പോലെ സ്കൂളിൽ പഠിക്കാൻ പോകും, മറ്റുള്ളവരെ പോലെ ജോലിക്കൊക്കെ പോകും, പക്ഷേ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഇതായിരിക്കണം. ഇതിനോട് ചേർന്ന് പോകാത്ത ഈ താൽക്കാലിക ലക്ഷ്യങ്ങളൊന്നും വേണ്ട നമുക്ക്, അല്ലേ? നമ്മളിപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് പഠിക്കാതിരിക്കുന്നില്ല, ഓഫീസിൽ പോകാതിരിക്കുന്നില്ല, പക്ഷേ അതെല്ലാം ഇതുമായിട്ടായിരിക്കണം ചേർന്ന് പോകേണ്ടത്, അല്ലേ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ജോലി ചെയ്യും, നമ്മൾ സമ്പാദിക്കും, നമ്മൾ കല്യാണം കഴിക്കും, നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തും, പക്ഷേ ഇതെല്ലാം ആത്യന്തികമായിട്ട് എവിടെ പോകാനാണ്? ഈ ലക്ഷ്യമായിരിക്കണം.
അപ്പോൾ ആ ലക്ഷ്യത്തോട് ചേർന്ന് പോകാത്ത താൽക്കാലിക ലക്ഷ്യങ്ങളൊക്കെ മുറിച്ച് കളയണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ജീവിതാഭിലാഷത്തിൻ്റെ കർത്താവ് യേശുവാണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ സമയത്തിൻ്റെ കർത്താവ് ആരാ? നമ്മളെങ്ങനെ സമയമൊക്കെ സാധാരണ ചെലവഴിക്കുന്നത്? 1-2 വാക്യങ്ങൾ നോക്കാം. മത്തായി 4:2-4. യേശു ക്രിസ്തു മരുഭൂമിയിൽ ഉപവസിക്കാൻ പോയി 40 ദിവസം. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു. പിശാച് അടുക്ക വന്നിട്ട് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. വിശന്നിരുന്ന യേശുവിനോട് നല്ല കാര്യമല്ലേ പറഞ്ഞത്? ഉപവാസവും കഴിഞ്ഞു, 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞു, ഉപവാസം തീർന്നു. ഉപവാസത്തിനിടയിലല്ലേ വന്ന് പറഞ്ഞത്? ഉപവാസം കഴിഞ്ഞ ഒരു വ്യക്തിയോട് ആഹാരം കഴിക്കണമെന്ന് പറയുന്നതിൽ എന്താ പാപം? ഉപവാസം കഴിഞ്ഞു, ആഹാരം കഴിക്കുന്നത് എത്രയോ പേര് ഇത് പറയുന്നല്ലേ? അപ്പോൾ പിശാച് എന്ത് തെറ്റാ ചെയ്തേ? പാവം. നീ ആഹാരം കഴിക്കെന്ന് പറഞ്ഞു. വായിച്ചാട്ടെ. അതിന് യേശു ക്രിസ്തുവിന്റെ മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരവാണ്. അതെന്തോന്ന് ഉത്തരവാദം? മോനെ, ഉപവാസം തീർന്നു, വന്ന് ആഹാരം കഴിക്കുന്നു പറഞ്ഞു പറയുക. അങ്ങനെ അപ്പം കൊണ്ടൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. ഉപവാസം കഴിഞ്ഞല്ലോ, ഇനി എന്താ അപ്പം കഴിച്ചാല്? ആ ഉത്തരത്തിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അനുസരണം മനസ്സിലാകണം. ഈ അനുസരണം മനസ്സിലാകാത്തവർക്ക് ഇതിനകത്ത് എന്തോ പ്രലോഭം, ഇതിനകത്ത് എന്തോ എത്ര വലിയ പരീക്ഷ എന്ന് തോന്നും. എന്താണെന്നറിയോ അനുസരണം? എപ്പോൾ കഴിക്കണമെന്ന് കർത്താവിൻ്റെ പിതാവ് പറഞ്ഞില്ല. പിതാവ് പറയുമ്പോൾ കഴിക്കാം, അല്ലാതെ പിശാച് പറയുമ്പോൾ വേണ്ട, എൻ്റെ ശരീരം പറയുമ്പോഴും എനിക്ക് വേണ്ട. അപ്പം സമയത്തിൻ്റെ കർത്തൃത്വം, അധികാരം ദൈവത്തിന് യേശു കൊടുത്തു. ഈ യേശുവിനെ പിൻഗമിക്കാനാണ് നമ്മളെല്ലാം ഇറങ്ങി തിരിച്ചത്. അപ്പം നമ്മൾ നമ്മുടെ സമയത്തിൻ്റെ അധികാരം ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? എപ്പോൾ ഒരു കാര്യം ചെയ്യണം, അത് നാട്ടു നടപ്പ് നോക്കിയും ആളുകൾ എൻ്റെ കൂട്ടുകാരെല്ലാം ചെയ്യുന്നു, അപ്പോൾ പിന്നെ ഇപ്പം ചെയ്ത് കളയാം, അല്ലേ? എനിക്ക് ബുദ്ധി തോന്നുന്നു ഇപ്പം ചെയ്യണം, എനിക്ക് വിശക്കുന്നു അപ്പോൾ പിന്നെ കഴിച്ച് കളയാം, അല്ലേ? എത്രയോ പാപങ്ങൾ അങ്ങനെയാണ്. താമസിക്കാൻ, അല്ലേ? അവർക്ക് കാത്തിരിക്കാൻ വയ്യ, അല്ലേ? ഒരു പാപം, പലരും പാപം ചെയ്യുന്ന എന്തുകൊണ്ടാണ്? അവർക്ക് കാത്തിരിക്കാൻ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ വയ്യ, അല്ലേ? ചാടിക്കയറി കല്യാണം കഴിക്കും, ചാടിക്കയറി ലൈംഗിക പാപത്തിൽ, ഇതൊന്നും കാത്തിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, അല്ലേ? താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെടുമെന്നുള്ളൊരു ചിന്ത വന്നേച്ച്, പ്രത്യേകിച്ച് ഈ ശരീരഭോഗങ്ങളിൽ അവർക്കൊരു ക്ഷമയുമില്ല, അല്ലേ? യോഹന്നാൻ 7:6 കർത്താവ് ഇത് പറയുന്നുണ്ട്. യേശു തൻ്റെ സ്വന്തം സഹോദരങ്ങളോടാണ്, അല്ലേ? മറിയയ്ക്ക് പിന്നീട് ജനിച്ച സഹോദരങ്ങളോടാണ് ഈ ഉത്തരം പറയുന്നത്. എൻ്റെ സമയം ആയിട്ടില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണേ പോകാമല്ലോ എന്ന്. നിങ്ങൾക്ക് സമയത്തിൻ്റെ കാര്യത്തിൽ എപ്പോൾ തോന്നുമ്പോൾ എന്തും ചെയ്യാം, തോന്നിവാസികളാണ്. കാരണം നിങ്ങൾ ഒരു കർത്തൃത്വത്തിൻ്റെയും കീഴിൽ നിങ്ങളുടെ സമയം ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. എനിക്കങ്ങനല്ല. ഇവിടുത്തെ പശ്ചാത്തലം ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങൾ വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ പാത്തും പതുങ്ങി അവിടെ ഇവിടെയൊക്കെ മറഞ്ഞു നിന്നല്ല അത്ഭുതം ചെയ്യേണ്ടത്, ഉത്സവത്തിന് ഒരുപാട് ആളുകളുണ്ട്, അവിടെ പോയി നീ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു പറയാണ്, അതിൻ്റെ ഒന്നും സമയമായിട്ടില്ല. ഈ വാക്യം കഴിഞ്ഞ് ഒരു 2-3 വാക്യം താഴോട്ട് വരുമ്പോഴത്തേക്ക് യേശു ഉത്സവത്തിന് പോവുകയും ചെയ്യും. പക്ഷേ അത് ഈ സഹോദരങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, പിതാവ് പറഞ്ഞു പൊക്കോ. അപ്പോൾ കണ്ടോ, ഓരോ നിമിഷവും കർത്താവ് അനുസരിച്ചാണ് പോയത്. ഇപ്പോൾ കർത്താവെ പോകണോ, അതോ നാളെ പോയാൽ മതിയോ, 5 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതിയോ, അത്ര സൂക്ഷ്മമായി അനുസരിച്ചവനാണ് യേശു ക്രിസ്തു. ലൂക്കോസ് 13:6-8, 6 മുതൽ 8. ഒരു ഉപമ കർത്താവ് പറഞ്ഞു. ഒരു അത്തിവൃക്ഷം ഒരു തോട്ടത്തിൽ വെച്ചു. അപ്പൊ അതിന്റെ യജമാനൻ, ഇതിന്റെ കൃഷി നോക്കുന്നവനല്ല, ഈ തോട്ടത്തിന്റെ യജമാനൻ വന്നു. അത് ഒരു ബലവും ഇല്ല, ചുമ്മാ വെച്ച് നമ്മുടെ കാശ് കളയുന്നു. അപ്പൊ ഇത് നോക്കി നടത്തുന്ന ആ കുടിയാൻ അല്ലെങ്കിൽ ആ തോട്ടക്കാരനോട്, ഒരു മരം വെച്ചിട്ട് 3 വർഷമായിട്ട് വരികയാണ്, ഒരു ഗുണവും ഇല്ല, ഒരു ഫലവും ഇല്ല, അല്ലേ? അതെ, നമ്മളാണേലും അങ്ങനെയല്ലേ ഉള്ളൂ. 3 വർഷമൊക്കെ വെച്ച ഒരിക്കൽ പോലും ഒരു ആദായം വരാത്ത സാധനം പിന്നെ ഒന്നിനെ വെട്ടി ദൂരെ കളയാം, അല്ലേ? ഒരു വർഷം കൂടെ വേണേൽ നമുക്കൊന്ന് നോക്കാം, ഒരല്പം വളമൊക്കെ ഇട്ട് നമുക്കൊന്ന് നോക്കാം, 1 വർഷം കൂടെ നോക്കാം. അത് കഴിഞ്ഞാൽ വെട്ടിക്കളയാം, അല്ലേ? അപ്പൊ കണ്ടോ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സമയം നമുക്ക് എല്ലാവർക്കും കർത്താവ് കടമായിട്ടാണ് തന്നിരിക്കുന്നത്.
ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ലൂക്കോസ് 13:4-5 ഒക്കെ വായിച്ചു നോക്കണം. അവിടെ അവർ പറഞ്ഞിരിക്കുന്ന ആ സാഹചര്യം മാനസാന്തരത്തെക്കുറിച്ചാണ്. കർത്താവ് കടമായിട്ട് നമുക്ക് സമയം തന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫലം കായ്ക്കാൻ. ഏത് ഫലം? മാനസാന്തരം. ആ ഫലം കാണാത്തതുകൊണ്ട് പറയുകയാണ് ഇനി ഫലമൊന്നും വരുന്നില്ല, വേണമെങ്കിൽ ഒരു കൃപ, അല്ലെ, ഒരു ഗ്രേസ് പീരീഡ് എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലേ, നമ്മൾ ചിലരൊക്കെ ലോൺ അടയ്ക്കാതിരുന്ന് വെച്ച് ചെല്ലുമ്പോൾ പറയും ഒരു അവസാനമായിട്ടൊരു കാലാവധി തരാം, ഒരു 6 മാസത്തിന് അടച്ചോണം എന്ന് പറയുന്ന പോലെ 1 വർഷം കൂടെ തരാം. അത് കഴിഞ്ഞിട്ടും മാനസാന്തരം കണ്ടില്ലേ, വെട്ടി ദൂരക്കളാം, കൊല്ല, അല്ലേ. അപ്പം നമ്മുടെയൊക്കെ സമയം നമ്മൾ അങ്ങനെ കാണാറുണ്ടോ? കർത്താവ് കൃപയാൽ തന്നിരിക്കുകയാണ്. നമ്മുടെ വിചാരം ഇന്ന് കഴിഞ്ഞ് നാളെ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം, ഈ വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം, അടുത്ത വർഷം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത വർഷം. അങ്ങനെ പറ്റത്തില്ല. കാരണം എന്താണ്? ഈ പറഞ്ഞ പോലെ കടമായിട്ട് കൊടുത്തിരിക്കുന്ന 4-ാം വർഷത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്നെങ്കിലോ. അത് നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലേ. കൃപയാൽ തരുന്ന ആ ഗ്രേസ് പീരീഡ് അതാണോ, അതിനകത്ത് കയറിയോ, അതിൻ്റെ അവസാനം എത്തിയോ, ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ സമയം നമ്മൾ സ്വന്തമാണെന്നും വിചാരിച്ച് ഇങ്ങനെ ചെലവഴിക്കാൻ നമുക്ക് പറ്റുകയില്ല. സമയം വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ചെലവഴിക്കേണ്ടതാണ്. ഈ സമയം മുഴുവൻ കർത്താവ് നമുക്ക് കടമായിട്ട് തന്നിരിക്കുക. എന്തിനു വേണ്ടി? ഫലം കായ്ക്കുന്നുണ്ടോ എന്നറിയാൻ. ഇല്ലേ മുന്തിരി തോട്ടത്തിൽ നിന്ന് വെട്ടിക്കളയും, അല്ലേ. ഇത് കർത്താവ് തന്നെ പഠിപ്പിച്ച രൂപമയാണ്. അവൻ ഫലം നോക്കും, ഫലമൊന്നും കാണുന്നില്ല. വർഷങ്ങളായിട്ട് വളമൊക്കെ ഇട്ടിട്ടും ഈ ബൈബിൾ സ്റ്റഡിയൊക്കെ ഇങ്ങനെ നടത്തുക, പ്രസംഗം കൊടുക്കുകയാണ്, ഇങ്ങനെ അനുഭവങ്ങൾ കൊടുക്കുക, അതിന് തക്കതായ ഫലമൊക്കെ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പറയും വെട്ടിക്കളയാമെന്ന്, അല്ലേ. അതാ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ സമയത്തിൻ്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടതാണ്. ഇതിനൊക്കെ നമ്മൾ കർത്താവിനോട് കണക്ക് കൊടുക്കേണ്ടി വരും. എഫീഷ്യ ലേഖനത്തിൽ അതുകൊണ്ടാണ് 5:15-17 വരെ പറഞ്ഞിരിക്കുന്നു. ഒന്ന് നോക്കിക്കേ. അജ്ഞാനികളായിട്ട് നടക്കൽ, വളരെ ബുദ്ധിയോടെ, ജ്ഞാനത്തോടെ, സൂക്ഷ്മതയോടെ നിങ്ങൾ ജീവിക്കണം. ഇത് ദുഷ്കാലമാണ്. അധികം കാലമൊന്നുമില്ല, നാളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. അവസരങ്ങളൊക്കെ ഉപയോഗിച്ചോണം. ഇന്ന് മാനസാന്തരപ്പെടാൻ ദൈവം ഒരു ദിവസം തന്നിരിക്കാൻ മാനസാന്തരപ്പെട്ടോണം. ഇന്ന് ദൈവത്തെ കൂടുതൽ അറിയാൻ നമുക്ക് അല്പം സമയം കിട്ടിയിരിക്കുക, അറിഞ്ഞോണം. ഇനി നാളെ ഈ അവസരം കാണുമെന്ന് ഉറപ്പില്ല, അല്ലേ. അടുത്ത ബുധനാഴ്ച ഈ ബൈബിൾ സ്റ്റഡി നടക്കുമെന്നൊന്നും ഉറപ്പില്ല. ഞാൻ ചിലപ്പോൾ അതിന് മുമ്പ് മരിച്ചെന്നിരിക്കും, അല്ലേ. ഒന്നും ഉറപ്പില്ല നമുക്ക്. അപ്പോൾ കണ്ടോ, ഈ സമയം തക്കത്തിന് ഉപയോഗിച്ചോണം. അല്ലാതെ നാളെയുണ്ട്, അടുത്ത ആഴ്ചയുണ്ട്, അടുത്ത മാസമുണ്ട്, അടുത്ത വർഷമുണ്ട്. ചിലരൊക്കെ അങ്ങനല്ലേ, മരിക്കാൻ നേരം നമുക്ക് മാനസാന്തരപ്പെടാം, റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം. ഇതൊക്കെ ആര് പറഞ്ഞു ഉണ്ടെന്ന്, അല്ലേ. ഇതൊക്കെ അങ്ങ് അനുമാനിക്കുകയാണ് ഉണ്ടായിരിക്കുമെന്ന്, അല്ലേ. വയസ്സാകുമ്പോൾ നമുക്ക് കർത്താവിനെ നോക്കാം. അല്ലല്ല, ഇതൊക്കെ കാണുമെന്ന് ഒരു ഉറപ്പുമില്ല. സമയം കടമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും പറഞ്ഞോളൂ. അപ്പോൾ ആ കൂടെ ഉള്ളത് ഇന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കർത്താവിനോട് സൂക്ഷ്മതയോടെ ജീവിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നത് കേട്ടെ, 31:15, എല്ലാ കാലങ്ങളും നിന്റെ കയ്യിലിരിക്കുകയാണ്. എനിക്ക് സമയം കടമായിട്ട് തരുന്നു. സമയം മാത്രമല്ല, സമയം ക്ലോക്കിലെ സമയം, കാലങ്ങളുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ. പഠിക്കേണ്ട ഒരു കാലം, കല്യാണം കഴിക്കേണ്ട ഒരു കാലം, വളരേണ്ട ഒരു കാലം, ഇങ്ങനെ കാലങ്ങളുണ്ട്. സീസൺ, അല്ലേ. സമയം ക്ലോക്കിൽ, അല്ലേ. സമയം മാത്രമല്ല, കാലങ്ങളുമുണ്ട്. ഞാൻ ഈ കാലത്തിൽ ഇന്നത് ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കാലത്തിൽ ഇന്നത് ചെയ്യണം, ഈ രീതി വളരണം. ആ കാലഗതികൾ അവൻ്റെ കരത്തിലിരിക്കുന്നു. അതിനൊത്തവണ്ണം നമ്മൾ വളരണം. അപ്പോൾ ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ സമയത്തിൻ്റെ കർത്താവ്, അല്ലേ. നമ്മളെങ്ങനെ സമയം ചെലവഴിക്കുന്നു, നമ്മുടെ ഈ സ്വഭാവവും നമ്മുടെ സമയം ചെലവഴിക്കുന്നതും ചേർന്ന് പോകും. നമുക്ക് സ്വഭാവശുദ്ധി ഇല്ലാത്തവൻ സമയമൊക്കെ പാഴാക്കി കളയും. വേണ്ടാത്ത അലസതയിലും അല്ലെങ്കിൽ പാപ സ്വഭാവങ്ങളിലും ഒക്കെ സമയം ചെലവഴിച്ച് കഴിയും. ഒരാൾ എങ്ങനെ സമയം ചെലവഴിക്കുന്നു എന്ന് നോക്കിയാൽ അറിയാം അയാളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്, അല്ലേ. ചുമ്മാ രാവിലെ എഴുന്നേൽക്കുന്നു, ആഹാരം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അവനൊരു സ്വഭാവവും ഇല്ല, അവനൊരു ഉത്തരവാദിത്വ ബോധവും ഇല്ല. അപ്പോൾ സമയവും സ്വഭാവവും ചേർന്ന് പോകുന്നതാണ്. നമ്മൾ അലസതയൊക്കെ പൂണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു സ്വഭാവശുദ്ധിയില്ല. മുന്നോട്ട് നീങ്ങാം. മൂന്നാമതായിട്ട് നമ്മുടെ തൊഴിൽ. ലൂക്കോസ് 16:10 വായിക്കാം. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. കർത്താവ് എന്താ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? വിശ്വസ്തത, അല്ലേ. അത്യല്പത്തിൽ വിശ്വസ്തനായിരിക്കണം ആദ്യം, പിന്നെ ഉള്ളു വലിയ കാര്യങ്ങളിലുള്ള വിശ്വസ്തത.
നമ്മുടെയൊക്കെ ചിന്താഗതി, സാധാരണ ഒരു മനുഷ്യൻ്റെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് 1,00,000 രൂപ വരുമ്പോൾ നീ വിശ്വസ്തത കാണിക്കണം. 1 രൂപ വരുമ്പോൾ വലിയ വിശ്വസ്തതയൊന്നും വേണ്ട, അത് കളഞ്ഞാലും കുഴപ്പമില്ലല്ലോ. നേരെ തിരിച്ചാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിൽ 1 രൂപ സൂക്ഷിക്കാൻ അറിയാത്തവൻ്റെ കയ്യിൽ 1,00,000 കൊടുക്കത്തില്ല, അല്ലേ? നിങ്ങളുടെ ആത്മീയ ജീവിതം നോക്കാൻ അറിഞ്ഞുകൂടാത്തവനെ പിടിച്ച് ശുശ്രൂഷയിൽ ഇറക്കത്തില്ല. ഇന്ന് പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. സ്വന്തം ആത്മീയത പോലും നോക്കാൻ അറിഞ്ഞുകൂടാത്തവൻ പാസ്റ്ററായിട്ട് നടക്കുകയാണ്, അല്ലേ? സ്വന്തം കാര്യം നോക്കാൻ അറിയാവും, അല്പത്തിൽ വിശ്വസ്തത കാണിക്കാവും, എങ്കിലേ വലിയ കാര്യങ്ങളിലെ വിശ്വസ്തത ദൈവം തരികൾ. അവിടുത്തെ പശ്ചാത്തലം ഭൂമിയിലേതും സ്വർഗത്തിലേതും ഭൗതികവും ആത്മീയമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഭൗതികമാണ് അല്പം, പണം കാര്യങ്ങളിൽ വിശ്വസ്തതയുണ്ടെങ്കിൽ സ്വർഗീയ സമ്പത്ത് തരാം, അതൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ കണ്ടോ, വിശ്വസ്തത വേണം. തൊഴിൽപരമായിട്ട് നമ്മുടെ കർത്താവ് യേശുവാണോ? ഈ തൊഴിൽ വിഷയത്തിൽ നമ്മളെല്ലാം ജോലി ചെയ്യുന്നവരാണല്ലോ, എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നവരായിരിക്കും, അല്ലേ? വരുമാന മാർഗത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉദ്യോഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഉപജീവന മാർഗത്തിന് വേണ്ടി തൊഴിൽ ചെയ്യുന്നവരായിരിക്കും. ഈ തൊഴിൽ മേഖലയിൽ കർത്താവ് പ്രതീക്ഷിക്കുന്ന നിരവധി സ്വഭാവ വിശേഷണങ്ങളുണ്ട്, അല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ പറയും വർക്ക് എത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ തൊഴിൽപരമായിട്ട് നമുക്കൊരു ധാർമ്മിക ബോധം വേണം. അതിൽ ഒന്നാമത്തതാണ് വിശ്വസ്തത, അല്ലേ? നിങ്ങൾ വീട്ടിൽ ഒരു വീട്ടമ്മയാണ്, ജോലിക്കാര്യം ചെയ്യുകയാണെങ്കിലും വലിയ IT കമ്പനിയിലെ ജോലിക്കാരനാണേലും ഒന്നാമതായിട്ട് കർത്താവ് നോക്കുന്നത് വിശ്വസ്തത. അല്പത്തിൽ വിശ്വസ്തതയുണ്ടോ? ചിലരൊക്കെ ഈ ഓഫീസിൽ പോയച്ച് അവിടുത്തെ സ്റ്റേപ്ലറും ഒക്കെ എടുത്തുകൊണ്ട് വരും, അവിടുത്തെ പിന്ന്, ഇതുപോലെ പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന പേപ്പറും ഒക്കെ എടുത്തുകൊണ്ട് വരും. അതിലൊന്നും അവർക്കൊരു ഗവൺമെൻറ് ഓഫീസിലൊക്കെ പലതും കാണാതാവും, വീട്ടിൽ പോയി, അല്ലേ? ഒരുപാട് പേപ്പറൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. അല്പത്തിൽ വിശ്വസ്തതയില്ല, അല്ലേ? അത് ഒന്നാമത് വിശ്വസ്തത. ഇനി 2-3 കാര്യങ്ങൾ നമുക്ക് കൊലോഷ്യർ 3:23-24 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണെങ്കിലും ഈ തൊഴിൽപരമായിട്ട് നമുക്ക് ചിന്തിക്കാമത് നമ്മുടെ കർത്താവ് യേശു തന്നെയാണോ? നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യും. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ യേശുവിനെ സേവിപ്പി. കൊലോഷ്യർ 3:23 ആദ്യം പറഞ്ഞിരിക്കുന്നുണ്ടോ? മനസ്സോടെ ജോലി ചെയ്യണം, അല്ലേ? പൂർണ്ണ ഹൃദയത്തോടെ ജോലി ചെയ്യണം, അല്ലാതെ ആർക്കാണ്ടോന്നും പറഞ്ഞ് ജോലി ചെയ്യരുത്. ഏത് ജോലി ചെയ്യുമ്പോഴും പൂർണ്ണ ഉത്സാഹത്തോടെ ജോലി ചെയ്യണം, അല്ലേ? സഭാപ്രസംഗിയിൽ ഒരു വാക്യമുണ്ട്, എന്ത് നിൻ്റെ കയ്യിൽ നീ ചെയ്യുകയാണേലും പൂർണ്ണ ഹൃദയത്തോടെ, അല്ലാതെ പാതി മനസ്സോടെ ആണെന്നും പറഞ്ഞ് പ്രായിക്കൊണ്ടല്ല ചെയ്യേണ്ടത്, അല്ലേ? വീട്ടിൽ ദോശ ചുടുന്നതായാലും വലിയ കമ്പ്യൂട്ടർ കമ്പനി ഇരുന്ന് നമ്മൾ പ്രോഗ്രാം എഴുതുന്നതായാലും കർത്താവ് നമുക്കൊരു തൊഴിൽ, ഒരു ഉത്തരവാദിത്വം തന്നിരിക്കുകയാണെങ്കിൽ മുഴു ഉള്ളത്തോടെ പൂർണ്ണ ഉത്സാഹത്തോടെ നിങ്ങൾ ജോലി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടോ? അപ്പോൾ ഒന്നാമത്തെ വിശ്വസ്തത, രണ്ടാമത്തത് ആ പൂർണ്ണ മനസ്സൊരുക്കം, അല്ലേ? മൂന്നാമത് പറഞ്ഞിരിക്കുന്നുണ്ടോ? മനുഷ്യരോടെന്നല്ല ദൈവത്തോടെന്ന രീതിയിൽ വേണം നമ്മൾ തൊഴിൽ ചെയ്യാൻ. നമ്മളൊക്കെ തൊഴിൽ ചെയ്യുന്ന അങ്ങനെയാണോ? അല്ലേ? ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നു, ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നു എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? അതോ എനിക്ക് കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണിത്, ഇതിൽ ഞാനൊരു നല്ല കാര്യവിചാരകനായി നിന്നുകൊണ്ട് അവനോട് വിശ്വസ്തത കാണിക്കും. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നുണ്ടോ? 4-ാമത്തെ കാര്യം, പ്രതിഫലം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. പിന്നെ എവിടെ നിന്ന് പ്രതീക്ഷിക്കണം? കർത്താവിൽ. ചിലപ്പോൾ പ്രതിഫലമൊന്നും മനുഷ്യരിൽ നിന്ന് കിട്ടത്തില്ല. മനുഷ്യർ ചിലപ്പോൾ നമ്മളെ ആ ജോലിക്കൊത്തവണ്ണം പ്രശംസിക്കത്തില്ലായിരിക്കും, ചിലപ്പോൾ പ്രൊമോഷൻ തരത്തില്ലായിരിക്കും, വീട്ടിൽ ദോശ ഉണ്ടാക്കിയ ഭർത്താവ് ചിലപ്പോൾ നല്ലതാണെന്ന് പറയത്തില്ലായിരിക്കും, അല്ലേ? നമ്മുടെ ജോലിക്കുള്ള പ്രതിഫലം നമ്മൾ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ പിന്നെ ഒരുപാട് തർക്ക വിഷയങ്ങളൊക്കെ പോയി കിട്ടും, ഒരുപാട് ഈ ദേഷ്യം, കോപം എല്ലാം പോയി കിട്ടും. കാരണം അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്ന പോലുമില്ല നമ്മൾ, അല്ലേ? അപ്പോൾ കണ്ടോ, വിശ്വസ്തത പൂർണ്ണ മനസ്സോടെ കർത്താവിനാണ് നമ്മൾ ചെയ്യുന്നത്, അവനിൽ നിന്നാണ് പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടത്. അവസാനമായിട്ട് നമ്മൾ തൊഴിൽപരമായിട്ട് കർത്താവിനോട് കീഴ്പ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ തൊഴിൽപരമായ നീതിബോധത്തിൽ അവസാനമായിട്ട് എന്താണെന്നറിയാവോ? അലസത പാടില്ല, അധ്വാനിക്കാനുള്ളൊരു മനസ്സ് വേണം. 2 തെസ്സലോനിയർ 3:10-11-12 ഒന്ന് കേട്ടെ. അപ്പോസ്തലന്മാർ തെസ്സലോനിക്ക സഭ സ്ഥാപിക്കാൻ വേണ്ടി കടന്നു വന്ന് അവരുടെ കൂട്ടത്തിൽ ജീവിച്ചപ്പോൾ ജോലി ചെയ്യാൻ മനസ്സില്ലാത്തവൻ ഭക്ഷിക്കരുത് എന്നൊരു കൽപ്പന നിങ്ങൾക്ക് നൽകിയിരുന്നു. അവർക്കൊരു കൽപ്പന സഭ സ്ഥാപിച്ചപ്പോഴേ ആദ്യ വിശ്വാസികളെ പഠിപ്പിച്ചൊരു കാര്യമാണ്, ഒരുത്തനും തൊഴിൽ ചെയ്യാതെ ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് കയറി വരണ്ട, പരസഹായത്തിൽ ഒരുത്തനും ജീവിക്കണ്ട,
അല്ലേ, നല്ല ആരോഗ്യമൊക്കെ ഉള്ളവളാണ്, രോഗികളുടെ കാര്യമല്ലേ ഈ പറയുന്നത്. ആരോഗ്യമൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഓസിന് ജീവിക്കരുത്. നമ്മുടെ തനി തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞാൽ അല്ലേ, ഓസി ജീവിക്കുന്ന പാസ്റ്റർമാരോടാണ് ഇത് ആദ്യം പ്രസംഗിക്കേണ്ടത്. ജോലിയൊക്കെ ചെയ്ത് ജീവിക്കടേ, അല്ലാതെ ഇങ്ങനെ ഈ പിച്ചയും ഓസി ജീവിക്കരുത് അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലൻ, ഇതിന് തൊട്ടുമുമ്പുള്ള വാക്യങ്ങളൂടെ വേണമായിരുന്നു, ഇതിന് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു മാതൃക, ഞങ്ങൾ നിങ്ങൾക്കൊരു മാതൃക നൽകി. ഞങ്ങൾ പോലും ജോലി ചെയ്യാതെ ആരുടെയും സ്തോത്രകാഴ്ച ഇങ്ങ് തന്നാട്ടെ എന്നും പറഞ്ഞ് സുവിച്ച് ജീവിക്കുകയല്ലായിരുന്നു. മടിയന്മാരല്ലായിരുന്നു അപ്പോസ്തലന്മാർ. 7 മുതൽ 10 വരെ ഒന്ന് ബൈബിളിൽ നിന്ന് വായിക്കാവോ? ഒന്ന് കേട്ടാച്ചേ, അതിന് മുമ്പത്തെ വാക്യങ്ങൾ. ഞങ്ങളെ അനുകരിക്കേണ്ടതിന് എങ്ങനെയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞങ്ങൾ അച്ചടക്കമുള്ളവരായിരുന്നു. ആരുടെ ആഹാരം ഞങ്ങൾ ഓസി തിന്നാൻ വന്നിട്ടില്ല വീട്ടില്. നിങ്ങൾക്ക് അയ്യോ ഒരു ഉപദേശകൻ വന്നിരിക്കുന്നു, അപ്പോസ്തലൻ വന്ന് അയാൾക്ക് തിന്നാൻ കൊടുക്കണമല്ലോ, അയാൾക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങളെ ഞങ്ങൾ ഭാരപ്പെടുത്തിയില്ല. പകരം ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരം ഇല്ലാതിരുന്നിട്ടല്ല, അനുകരിക്കുവാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിന്. പൂർണ്ണസമയ ശുശ്രൂഷകനായിരുന്നിട്ടും അപ്പോസ്തലനായ പൗലോസ് പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി അപ്പം കഴിച്ചു. എന്തുകൊണ്ടാണ്? വിശ്വാസികളിൽ നിന്ന് അപ്പം ചോദിക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്കൊരു മാതൃകയായിരിക്കട്ടെ. പൊള്ളാലോ പാസ്റ്റർ ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ വീട്ടിലൊക്കെ വന്ന് ആരുടെയെങ്കിലുമൊക്കെ പൈസ ആരുടെയെങ്കിലുമൊക്കെ ആഹാരം തിന്നു പോകാൻ. അപ്പം നമുക്കും അങ്ങനെ ആയിക്കളയാവുന്ന തെസ്സലോനിക്കർ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ഈ ശുശ്രൂഷയുടെ ഇടയിൽ അപ്പോസ്തലനായ പൗലോസ് കൂടാരം പണിക്കാരനായിട്ട് പോയി. അപ്പോൾ പൂർണ്ണസമയ ശുശ്രൂഷകന്മാർ ജോലിയൊന്നും ചെയ്യാൻ പാടില്ലെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല അല്ലേ. അവർക്ക് പറ്റുമെങ്കിൽ അവർ പൂർണ്ണസമയ ശുശ്രൂഷയിൽ മാത്രം ഇരിക്കുക. പക്ഷേ ഇവിടെ അവർക്കൊരു മാതൃക കൊടുക്കണം. ഇല്ലയന്മാർ മടിയന്മാരായിപ്പോൾ. ഇന്ന് ഒരുപാട് സഭകളിൽ സംഭവിച്ച അലസത വരും അല്ലേ. ഇനി 10 മുതൽ 12 വരെ നമുക്ക് കൊടുത്തിരിക്കുന്നൊന്ന് വായിക്കാം. ഞങ്ങൾ നിങ്ങളോടൊപ്പം ആയിരുന്നപ്പോൾ ജോലി ചെയ്യാൻ മനസ്സില്ലാത്തവൻ ഭക്ഷിക്കരുത് എന്നൊരു കൽപ്പന നിങ്ങൾക്ക് നൽകിയിരുന്നുവല്ലോ. നിങ്ങളിൽ ചിലർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ഒരു ജോലിയും ചെയ്യാതെ അലസരായി നടക്കുന്നു. കൊള്ളാലോ, ഞങ്ങൾ കേൾക്കുന്നു. നമുക്ക് ഇങ്ങ് വരെ റിപ്പോർട്ട് വന്നു, തെസ്സലോനിക്ക സഭയിലുള്ള ബിരുദന്മാർ ഒരു ജോലിയും ചെയ്യാതെ ആരോഗ്യോ അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടുള്ള അപ്പം തിന്ന് പരകാര്യമൊന്നും, സ്വന്തം കാര്യം നോക്കാനൊന്നും ഇല്ലല്ലോ, പരകാര്യമൊക്കെ ശ്രദ്ധിച്ച് നടക്കുന്നു. അങ്ങനെയുള്ളവരോടാണ് അടുത്ത വാക്യം. ശാന്തതയോടെ ജോലി ചെയ്ത് തങ്ങളുടെ ഭക്ഷണം നേടണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ പേരിൽ ഞങ്ങൾ ആജ്ഞാപിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യും. കണ്ടോ, വിശ്വാസികൾ പല പരസഹായത്തോടെ ജോലി ചെയ്യാൻ ആരോഗ്യമൊക്കെ ഉണ്ട്, പ്രായമൊക്കെ ആയി, പക്ഷേ ജോലി ചെയ്യാതെ അലസത പൂണ്ടിരിക്കുന്നു അല്ലേ. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സഭയിൽ ഭക്ഷണം കൊടുക്കരുതെന്ന് അല്ലേ. അപ്പം കണ്ടോ, നമ്മുടെ തൊഴിൽ മേഖലയിൽ നമ്മൾ യേശുവിനെ മാത്രം നമ്മുടെ കർത്താവായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ വിശ്വസ്തയോടെ പൂർണ്ണ മനസ്സോടെ കർത്താവിനെന്ന പോലെ കർത്താവിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ച് അലസതയെല്ലാം മാറ്റിവെച്ച് അധ്വാനശീലത്തോടെ നമ്മൾ തൊഴിൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ യേശു മാത്രമാണോ കർത്താവ്? നമ്മൾ തന്നെ ശോധന ചെയ്യണം. 4-മതായിട്ട് നമ്മുടെ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങളിൽ ആരാണ് കർത്താവ്? അവൻ്റെ വചനത്തോട് നമ്മൾ കീഴ്പ്പെട്ടുകൊണ്ടാണോ എല്ലാ ബന്ധങ്ങളും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്? മത്തായി 10:37. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പോൾ ഒന്നാമതായിട്ട് വ്യക്തിബന്ധങ്ങളിൽ യേശുവാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ ആദ്യം മറ്റുള്ളവരെക്കാളെല്ലാം അധികമായിട്ട് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കണം. അതേ കാര്യം ലൂക്കോസ് 14:26 പറഞ്ഞിരിക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചേ. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പറക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. മത്തായില് അവരെക്കാളെല്ലാം എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ കണ്ടോ, അവരെ എല്ലാം പകയ്ക്കണമെന്ന്, വെറുക്കണമെന്ന് അല്ലേ. രണ്ടും ഒരേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ആത്യന്തികമായ സ്നേഹം, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിബദ്ധതയും വിശ്വസ്തതയും കൂറും പുലർത്തേണ്ട ബന്ധം മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും ഒന്നാമത്
യേശു ക്രിസ്തുവിനോടായിരിക്കണം. അവിടെയാണ് തുടക്കം. അതില്ലെങ്കിൽ പിന്നെ എൻ്റെ വ്യക്തിബന്ധങ്ങളിൽ യേശുവാണ് കർത്താവ് എന്ന് പറയുന്നതിന് ഒരർത്ഥവും ഇല്ല. അങ്ങനെ യേശുവിനെ നമ്മൾ മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും കൂടുതലായിട്ട് സ്നേഹിക്കുമെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ എഴുതി കളയുമെന്നാണോ? അല്ല. അപ്പോഴാണ് ശരിയായ സ്നേഹബന്ധങ്ങൾ കടന്നു വരുന്നത്, അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? എഫീഷ്യർ 4:31-32. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞ് നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. കണ്ടോ? അപ്പൊ നമ്മൾ മറ്റു ബന്ധങ്ങളെക്കാളെല്ലാം അധികമായിട്ട് യേശുവിനെ സ്നേഹിക്കുമെങ്കിൽ യേശു നമ്മെ ക്ഷമിച്ചതുപോലെ നാം മറ്റുള്ളവരെ ക്ഷമിക്കുക. അപ്പൊ ക്ഷമയൊക്കെ കടന്നു വരുന്നുണ്ടോ വ്യക്തിബന്ധങ്ങളിൽ? ക്ഷമ വരുന്നുണ്ടേ അതിൻ്റെ അർത്ഥം യേശുവാണ് ബന്ധങ്ങളിൽ കർത്താവായിട്ടിരിക്കുന്നത്. അതേ കാര്യം കൊലോസ്യർ 3:12-13 ഒന്ന് കേട്ടെ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ ക്ഷമിക്കുകയും ചെയ്യും. എങ്ങനെ ക്ഷമിക്കണം? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളെ ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിക്കണം. കണ്ടോ? കർത്താവ് നിങ്ങളെ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെന്ന് എഫീഷ്യർ 4:32 കൊലോസ്യർ 3:13 പറഞ്ഞിരിക്കുന്നു. അപ്പം അന്യോന്യം നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ? അവിടെ കർത്താവായ യേശു ക്രിസ്തുവാണോ അധികാരം ചെലുത്തുന്നത്? അതോ എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കും, എനിക്കിഷ്ടമില്ല ഞാൻ ക്ഷമിക്കത്തില്ലെന്നാണോ പറയുന്നത്? കയ്പൊക്കെ നീക്കി വെക്കുന്നുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ച് യേശു ക്രിസ്തു പഠിപ്പിച്ചത് ഓർക്കുക. മത്തായി 6:14-15. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാനാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. വലിയ യേശുവിന്റെ ഭക്തനാണ്, ദൈവമകനാണെന്നൊക്കെ പറഞ്ഞേച്ച് എന്നെ യേശു ക്രൂശിലൂടെ ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആരെ ക്ഷമിക്കുന്നില്ലെങ്കിൽ അന്ത്യനാൾ ചെന്ന് നിൽക്കുമ്പോൾ പറയും നിന്നെ ഞാൻ ക്ഷമിക്കുന്നില്ല, അല്ലേ? അപ്പം നമ്മൾ വലിയ ക്ഷമ കിട്ടിയ ദൈവമക്കൾ എന്നൊക്കെ പറഞ്ഞേച്ച് ആരെ ക്ഷമിക്കുന്നില്ലേ? കർത്താവ് പറയാം എങ്കിൽ പിന്നെ എൻ്റെ പിതാവ് നിങ്ങളെ ക്ഷമിക്കത്തില്ലെന്ന്, അല്ലേ? ദയ കിട്ടിയവൻ ദയ കാണിക്കുന്നില്ലെങ്കിൽ അവന് ദയൊന്നും കിട്ടിയിട്ടില്ല. അവൻ ദയ കിട്ടിയെന്നൊക്കെ ചുമ്മാ പറയുക. ദയ കിട്ടിയവനാണെങ്കിൽ അവൻ്റെ മനസ്സലിഞ്ഞ് മറ്റുള്ളവരോടും അവൻ ദയ കാണിക്കും, അല്ലേ? അങ്ങനെ ഒരു കപടഭക്തിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ഷമയും കിട്ടത്തില്ല. അപ്പോൾ കണ്ടോ, കർത്താവിനെ നമ്മൾ സ്നേഹിക്കണം. മറ്റു ബന്ധങ്ങളിലെല്ലാം അവൻ നമ്മളോട് കാണിച്ച അതേ ദയ കാണിക്കുവാൻ ബാധ്യതയുള്ളവരാണ് നമ്മൾ. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ യേശു തന്നെയാണ് കർത്താവെന്ന് നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയുള്ളൂ. അഞ്ചാമതായിട്ട് നമ്മുടെ ചിന്തകൾ. 2 കൊരിന്ത്യർ 10:5. ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുകയും ചെയ്യുന്നു. കണ്ടോ, നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ചില ചിന്തകളിൽ, നമ്മുടെ ബുദ്ധിയിൽ ചില ഉയർച്ചകൾ കടന്നു വരും. എന്താ ഈ ഉയർച്ച എന്ന് പറഞ്ഞാൽ? ഉയർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഉയർച്ച അല്ല അവിടെ, അല്ലേ? ചില ഉന്നത ഭാവം കടന്നു വരും, ചില ചിന്തകൾ കടന്നു വരും. ദൈവത്തെക്കാളും വലിയവനാണെന്നുള്ള ഒരു നിഗളഭാവം, അല്ലേ? അങ്ങനത്തെ ഉയർച്ചകളെ അപ്പോസ്തലൻ എന്ത് ചെയ്യുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇടിച്ചു കളയണം. അപ്പം നമ്മുടെയൊക്കെ തലയിൽ അങ്ങനത്തെ ബുദ്ധി വരാറുണ്ടോ? ദൈവത്തോടൊന്ന് മത്സരിച്ച് കളയാം, ദൈവത്തോടൊന്ന് എതിർത്ത് കളയാം, ഈ വിഷയത്തിൽ പാപം ചെയ്ത് കളയാം. പ്രലോഭനം വരുമ്പോൾ പിന്നെന്തോ നമ്മളൊക്കെ ചെയ്യുന്നത്? നമ്മൾ കീഴ്പ്പെട്ടിരുന്ന് നമ്മളൊന്ന് ഉയർന്നു, നമ്മൾ തലയൊക്കെ ഒന്ന് പൊക്കി നമ്മൾ തന്നെ അധികാരി എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെയാണ് പാപം സംഭവിക്കുന്നത്, അല്ലേ? അങ്ങനെ ഉയർന്നാലേ പാപം സംഭവിക്കും. കീഴ്പ്പെട്ടിരിക്കുകയാണെങ്കിൽ പാപമൊന്നും വരത്തില്ല. അപ്പം അങ്ങനത്തെ പ്രലോഭനത്താൽ നിന്റെ കണ്ണിൽ നീ തന്നെ ജ്ഞാനിയായിട്ട് ഇറങ്ങിത്തിരിക്കാൻ വരുന്ന ഉയർച്ച, ആ ചിന്തകളെ നമ്മൾ ഇടിച്ചു കളഞ്ഞിട്ട് എല്ലാ വിചാരങ്ങളെയും ക്രിസ്തുവിനോട് അനുസരണമുള്ളതാകുവാൻ വേണ്ടി അതിനെ പിടിച്ചടക്കും. അപ്പോൾ കണ്ടോ, അപ്പോസ്തലൻ തൻ്റെ ചിന്താമണ്ഡലത്തിൽ ഏത് രീതിയിലാണ് ക്രിസ്തുവിനോട് കീഴ്പ്പെടുന്നതെന്ന് കണ്ടോ? നമ്മളൊക്കെ നമ്മുടെ ചിന്തകളെ ഈ രീതിയിൽ പിടിച്ചടക്കാറുണ്ടോ? ഇടിച്ചു കളയാറുണ്ടോ? അനുസരണക്കേടിൻ്റെ ചിന്തകൾ, പാപത്തിൻ്റെ ചിന്തകൾ, പ്രലോഭനത്തിൻ്റെ ചിന്തകൾ വരുമ്പോൾ അതിനെ ഇടിച്ചു കളഞ്ഞേച്ച് നമ്മുടെ ചിന്തകളെ പിടിച്ചടക്കാറുണ്ടോ? അങ്ങനെ ചെയ്യുന്നവനാണ് തൻ്റെ ചിന്തകളിൽ യേശുവിനെ കർത്താവാക്കി വച്ചിരിക്കുന്നവൻ. അല്ലാത്തവൻ എന്ത് പറ്റും? അതാണ് പാപം സംഭവിക്കും. യാക്കോബ്
1:14-15. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് ആ, സ്വന്തം മോഹത്താൽ ആകർഷിച്ച് സ്വന്തം മോഹം ആകർഷിച്ചു വന്നിട്ട് വശീകരിക്കപ്പെടുകയാലാകും. ആ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ആ പാപം മുഴുത്തിട്ട് മരണത്തെ തുറന്നു. കണ്ടോ, ഉള്ളിൽ മോഹം വന്നു, മോഹത്തെ ഇടിച്ചു കളഞ്ഞില്ല. മോഹം എന്ന് പറയുമ്പോൾ പാപമോഹം അല്ലേ, അതിമോഹം, അത്യാഗ്രഹം. അത് ഇടിച്ചു കളഞ്ഞില്ല, അത് വെച്ച് പൊറുപ്പിച്ചപ്പോൾ അത് പാപത്തെ ജനിപ്പിച്ചു. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം അറുത്തുപോയി. അതാണ് മരണം സംഭവിച്ചത്, ആത്മീക മരണം അല്ലേ. മർക്കോസ് 7:21-23. അകത്തുനിന്ന് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ആ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, ആ കുലപാതകം, ആ മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ആ ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ആ അപ്പൊ കണ്ടോ, ഇതെല്ലാം സാധാരണ നമ്മൾ ഈ ലിസ്റ്റ് വായിച്ചപ്പോൾ ഇതൊക്കെ ക്രിയകളാണ്, പുറമേ ചെയ്യുന്ന ക്രിയകളാണ്. കൊലപാതകമായാലും വ്യഭിചാരമായാലും പരസംഗമായാലും അല്ലെ, ഇതെല്ലാം നമ്മൾ പുറമേ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ തുടങ്ങുന്ന ഇതിന്റെ ഉത്ഭവസ്ഥാനം അകത്താണ്, ഉള്ളിലെ മനസ്സിലെ ചിന്തകളാണ്. അപ്പൊ ചിന്തകളെ നിയന്ത്രിക്കാത്തവൻ, ചിന്തകളെ അനുസരണത്തിന് കീഴ്പ്പെടുത്താത്തവൻ പാപം ചെയ്യും അല്ലേ. അപ്പോൾ പുറമേ നമ്മളൊരു വ്യക്തിയിൽ സ്വഭാവ ദൂഷ്യം കാണും. നിങ്ങൾ നോക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ ഈ പാപം ചെയ്യുന്ന വ്യക്തിയാണ്. എന്തോ തെളിയിക്കുന്നത്, ഇതിൻ്റെ ഉത്ഭവസ്ഥാനമായ നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ചിന്ത നിങ്ങൾ യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ വെക്കുന്നില്ല. അതുകൊണ്ടാണ് തുടർമാനമായിട്ട് ആ മേഖലയിൽ അനുസരണക്കേട് വ്യാപരിക്കുന്നത്. അപ്പം നമ്മുടെ ചിന്തകളെ നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് നമ്മൾ വിധേയപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ ചിന്തകൾ അതിൻ്റെ കർത്തൃത്വം യേശുവിനാണോ? ഇനി രണ്ടാമത്തത് അതിനോട് ചേർന്ന് പോകുന്നതാണ് അടുത്തത്. രണ്ടാമത്തെ 6-ാമത്തത് നമ്മുടെ വാക്കുകൾ. ചിന്തകൾ പുറപ്പെട്ട് വാക്കുകളാകും. മത്തായി 12:34. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? നിങ്ങളുടെ സ്വഭാവമല്ലേ നിങ്ങളുടെ വായിക്കൂടെ ഇറങ്ങി വരുന്നേ. അപ്പൊ നിങ്ങൾ ദുഷ്ടന്മാരാണ്, നിങ്ങൾക്ക് എങ്ങനെ നന്മ സംസാരിക്കാൻ പറ്റും? 36. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് നിന്നല്ലോ വായ് സംസാരിക്കുന്നു. വായ് എന്താണ് തെളിവാക്കുന്നത്? ഹൃദയം അല്ലേ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ചിന്തകളെ ഒന്നും നിങ്ങൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ വാക്കുകളിലൂടെ വെളിപ്പെട്ട് വരും. അപ്പൊ നമ്മളെല്ലാം നമ്മുടെ സംസാരം ഒന്ന് ചിന്തിച്ചേ. നമ്മൾ സാധാരണ സംസാരിക്കുന്ന ശൈലി, സംസാര രീതിയൊക്കെ ഒന്ന് ചിന്തിച്ച, വീട്ടിൽ പ്രത്യേകിച്ച് ഈ വിശ്വാസികളൊന്നും ഇല്ലാത്ത സമയം, മീറ്റിംഗ് അല്ലാത്ത സമയത്ത് നമ്മുടെ സംസാരം, നമ്മൾ തൊഴിൽ മേഖലയിൽ, ഞാനൊരു വിശ്വാസിയാണെന്ന് അറിയാത്ത മേഖലയിലുള്ള എൻ്റെ സംസാരം, ഇതൊക്കെ ചിന്തിക്കണം. അവിടെ എല്ലാം നമ്മുടെ സംസാരത്തിന് സഭയെ വരുമ്പോഴുള്ള സംസാരത്തിൽ നിന്ന് മാറ്റമുണ്ടോ? ഉണ്ടെങ്കിൽ സംസാരം യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിലല്ല, ആ സംസാരമാണ് ശരിയായ നിങ്ങൾ. അല്ലാതെ സഭയെ വരുമ്പോൾ കാണിക്കുന്ന കപടമല്ല അല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും നമ്മളെ ആരും കാണുന്നില്ല, നോക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ സംസാരം ഉണ്ടല്ലോ, ആ സംസാരം നിങ്ങൾ വിവേചിക്കണം. അത് ഭയഭക്തിയോടും ദൈവത്തോട് സ്നേഹമുള്ളതൊക്കെ ആണെങ്കിൽ ശരിയാണ്, നിങ്ങളുടെ ഹൃദയം കർത്താവിനോട് കീഴ്പ്പെട്ടിരിക്കുന്നു. കൊലോസ്യർ 3:8 നോക്കിക്കേ. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, പരദൂഷണം, ദുർഭാഷണം, ഇവ ഒക്കെയും വിട്ടുകളയേണ്ട ലിസ്റ്റിൽ അവസാനം പറഞ്ഞിരിക്കുന്ന 2 കേട്ടോ. പരദൂഷണം, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാവചനം പറഞ്ഞു വരുത്തുക. പരദൂഷണം, അവരെ എന്താ പറയുക, വ്യക്തിഹത്യ നടത്തുക അല്ലെ, സ്വഭാവഹത്യ നടത്തുക. പിന്നെ പറഞ്ഞിരിക്കാൻ ദുർഭാഷണം, ചീത്ത ഭാഷണം അല്ലേ. അത് രണ്ടും നിങ്ങൾ വിട്ടുകളയണം. കൊലോസ്യർ 4:6. പകരം എന്ത് ചെയ്യണം? ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയ സംസാരമായിരിക്കണം അല്ലേ. ഒരു ആഹാരത്തിൽ ഉപ്പിട്ട് നമ്മൾ രുചിയുള്ളതാക്കുന്നത് പോലെ നമ്മുടെ വാക്കുകൾ കേൾക്കാൻ ഇമ്പമുള്ളതായിരിക്കണം. അത് കൃപയുള്ള വാക്കുകളായിരിക്കണം, വായി തോന്നുന്ന വാക്കുകളായിരിക്കരുത് അല്ലേ. എഫീഷ്യർ 5:3-4. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. വിശുദ്ധന്മാർക്ക് ഉചിതമായ സ്വഭാവ സവിശേഷതകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സംസാരത്തെ കുറിച്ച് പറയുകയാണ്. കോമഡി പറച്ചില്, വായിൽ വേണ്ടാത്ത കോമഡി അടിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ. പ്രസംഗപീഠത്തിലും വേണ്ടാത്ത വളരെ മ്ലേച്ഛമായ കോമഡി, പൊട്ടത്തരവും. അപ്പോൾ ചില പ്രസംഗരുടെ വിചാരം അതൊക്കെ നല്ല ക്വാളിറ്റിയാണ്. എൻ്റെ കോമഡിയൊക്കെ പലർക്കും ഇഷ്ടമാണ്.
അല്ലേ? വചനത്തിലെ എന്തെങ്കിലും ഒരു സത്യം, ഒരു ദൃഷ്ടാന്തമായിട്ട് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന കോമഡിയുടെ കാര്യമല്ല. ചുമ്മാ ഈ മ്ലേച്ഛമായൊക്കെ വരും കോമഡി. അതാണ് അവിടെ പറയുന്നത് ചീത്തത്തരവും പൊട്ടത്തരം, വളിപ്പടിക്കുക എന്ന് പറയും നമ്മൾ മലയാളത്തിൽ ഇവിടെ, അല്ലേ? വളിപ്പ് പറയുക, അതൊന്നും പാടില്ല. വായിലെ സ്തോത്രം മാത്രമേ പാടുള്ളൂ, അല്ലേ? ഇപ്പോൾ വാക്കുകളെക്കുറിച്ച് എന്തെല്ലാം കർത്താവ് പറഞ്ഞിരിക്കുന്നു, അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, എല്ലാം നിസാര വാക്കിനും നമ്മൾ പോയി കണക്ക് കൊടുക്കണം. ഇച്ചിപ്പോ എന്ന് പറഞ്ഞതിന് പോലും നമ്മൾ പോയി കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ വാക്കുകളുടെ കർത്താവ് ആരാ? വാക്കുകളുടെ അധികാരി ആരാ? യേശു തന്നെയാണോ? ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ പാലിക്കും. ഈ പരദൂഷണം പറച്ചിലും, അല്ലേ? പരദൂഷണമൊക്കെ വിശ്വാസികളുടെ ഇടയിൽ സർവ്വസാധാരണമായിരിക്കുകയാണ്, അല്ലേ? മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, അവരെ പുറത്തു പറയാൻ പാടില്ലാത്തതും അവരെക്കുറിച്ചുള്ള ഇല്ലാവചനവും അവരുടെ കുറ്റങ്ങളും കുറവുകളും, ഇങ്ങനെ നേരത്തെ പറഞ്ഞുള്ള കുറ്റാരവങ്ങളാണ്, അല്ലേ? അതൊക്കെ പറഞ്ഞ് പരത്തുകയാണ്. പലപ്പോഴും ഈ വളരെ ഭക്തി പൊതിഞ്ഞ് പറയും, ബ്രദറെ ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞേച്ച് മറ്റുള്ളവരുടെ കുഴപ്പങ്ങളെല്ലാം പറയും. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും കൂടെ പറയും. പക്ഷേ ഉള്ളിൽ പരദൂഷണമാണ്, അവരെക്കുറിച്ചുള്ള പറഞ്ഞ് പരത്തണം, അല്ലേ? പരദൂഷണം പാടില്ല, ദുർഭാഷണം പാടില്ല, ചീത്തത്തരം പാടില്ല, പൊട്ടച്ചൊല്ലും ഈ തരത്തിലുള്ള വളുപ്പും ഒന്നും പാടില്ല. സ്തോത്രം മാത്രമേ പാടുള്ളൂ. എല്ലാവരോടും സംസാരിക്കുമ്പോൾ കൃപയായിരിക്കണം. എഫീസ്യ ലേഖനത്തിൽ പിന്നെ ഒരു വാക്യമുണ്ട്, കേൾക്കുന്നവന് ആത്മീക വർധന ഉളവാക്കുന്നതായിരിക്കണം നമ്മുടെ വാക്കുകൾ. അപ്പം നമ്മുടെ വാക്കുകളുടെ കർത്താവ് യേശുവാണോ? ഏഴാമതായിട്ട് നമ്മുടെ ശരീരം. 1 കൊരിന്ത്യർ 6:19-20. ശരീരം ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമല്ലോ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താഴ്ന്നവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തുവാൻ ബാധ്യതയുള്ളവരാണ് നമ്മൾ. കാരണം എന്താണ്? നമ്മുടെ ശരീരങ്ങളെ കർത്താവ് വില കൊടുത്ത് രക്തം ചൊരിഞ്ഞ് ക്രൂശിൽ നമ്മളെ വീണ്ടെടുത്തു, വിലക്കെടുത്തു. അങ്ങനെ അവൻ വിലക്കെടുത്ത ശരീരമാണ്. ഇതിൽ അവൻ്റെ പരിശുദ്ധാത്മാവിനെ നിറച്ച് ഇത് വിശുദ്ധ മന്ദിരമാക്കി വെച്ചിരിക്കുന്നു, അല്ല? ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഞായറാഴ്ച കൂടുന്ന ആലയത്തിൽ നമ്മൾ സിനിമ പ്രദർശിപ്പിക്കത്തില്ല. അത് വളരെ വിശുദ്ധ സ്ഥലമാണ്, അവിടെ ആരാധന മാത്രമേ പാടുള്ളൂ. എന്നാൽ ഈ ശരീരത്തിലോ ഇവിടെ എന്ത് മ്ലേച്ഛതയും കുഴപ്പമില്ലല്ലേ? തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഇവിടെ ആരാധന നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ പാപമൊക്കെ നടന്നാലും കുഴപ്പമില്ല. നമുക്ക് ആ ആലയമാണ് ഈ ആലയത്തെക്കാളും വലുത്. കാരണം മതം അതാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ വചനം പറയുന്നത് ഇതാണ് അതിനേക്കാളും വിശുദ്ധമായ, ഇതാണ് വിശുദ്ധ ആലയം. അത് വിശുദ്ധ ആലയമൊന്നുമല്ല. പുതിയ ഉടമ്പടിയിൽ സഭ കൂടുന്ന ആ സ്ഥലം പള്ളിയിൽ നിന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല, അല്ലേ? അത് ആരാധന കൂടാനുള്ളൊരു സ്ഥലം മാത്രമാണ്. അത് ഇവിടെ ആയാലും അവിടെ ആയാലും എവിടെ ആയാലും ഒരു വ്യത്യാസവും ഇല്ല. ഇതാണ് വിശുദ്ധ മന്ദിരം. അപ്പം ഈ വിശുദ്ധ മന്ദിരം കൊണ്ട് ദൈവത്തെ നമ്മൾ മഹത്വീകരിക്കുവാൻ കടപ്പെട്ടവരായിരിക്കണം. എങ്ങനെ? 6:13, റോമർ 6:13. പാപത്തിന് നിങ്ങളുടെ അവയവങ്ങളൊന്നും നിങ്ങൾ കൊടുക്കരുത്. നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ നാവ്, നിങ്ങളുടെ കൈ, നിങ്ങളുടെ കാല്, നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളൊന്നും നിങ്ങൾ ഈ പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിച്ചു കൊടുക്കുക. കർത്താവിനോട് കൂടെ ക്രൂശിൽ മരിച്ച് പുതു സൃഷ്ടിയായവരാണ് നമ്മൾ. അവൻ ജീവൻ നൽകിയ പുതിയ ജീവനാണ് നമ്മൾ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് നീതിക്കായിട്ട് ഏൽപ്പിച്ചു, അനുസരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അല്ലേ? അത് നമ്മുടെ കടമയാണ്. അങ്ങനെ ജീവിച്ചാലേ ഈ ശരീരം വിശുദ്ധമായിട്ടിരിക്കത്തുള്ളൂ. നമ്മളൊക്കെ അത് ചെയ്യുന്നുണ്ടോ? റോമർ 12:1 ഈ ആഴ്ചത്തെ മനപ്പാഠമാക്കേണ്ട വാക്യം. റോമർ 12:1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുന്നു. നമ്മുടെ ശരീരങ്ങൾ യാഗമായിട്ട് ദൈവത്തിന് സമർപ്പിക്കണം, കേട്ടോ? ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് എന്ന് പറഞ്ഞാൽ സുവിശേഷം, യേശുക്രിസ്തു നമ്മെ എങ്ങനെ സ്നേഹിച്ചു എന്ന് ഓർപ്പിച്ച് നിങ്ങൾക്ക് പ്രബോധനം നൽകുകയാണ്. നിങ്ങളുടെ ശരീരങ്ങൾ ജീവനുള്ള യാഗങ്ങളായിട്ട്, ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായിട്ട് കഴിക്കണം. നമ്മുടെയൊക്കെ ശരീരം യാഗമാണോ? യാഗപീഠത്തിൽ ഇരിക്കുകയാണോ നമ്മുടെ കൈയും കാലും കണ്ണും മൂക്കും വായും ഒക്കെ? അതോ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന യാഗമാണ്? യാഗപീഠത്തിൽ ഇരിക്കുകയാണെങ്കിൽ അറിയാമല്ലോ, തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, മരിച്ചിരിക്കുകയാണ്, അല്ലേ? നമുക്ക് തോന്നിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
അത് തന്നെയാണ് മത്തായി 5:29-30 പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കേട്ടെ, കർത്താവിന്റെ ഉപദേശമാണ്. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളയാം. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. അടുത്ത വാക്യം, വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയാം. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. ഏതാ ഈ വലങ്കൈ ഇടങ്കൈ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്? വലം കണ്ണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കണ്ണ് വെച്ചാണോ കാണുന്നത്? രണ്ട് കണ്ണും കൂടെ ഒരുമിച്ചല്ലേ നമ്മളൊരു കാര്യം കാണും. പിന്നെ വലം കണ്ണ് വലം കൈ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇടർച്ച വരുത്തുന്ന കാര്യം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കണ്ണെന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൃഷ്ടി അല്ലേ. നമ്മളൊരു കാര്യം നോക്കുമ്പോൾ അത് നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കണ്ണുകൊണ്ട് നമ്മൾ ലൈംഗികമായ എന്തെങ്കിലും ഒരു കാര്യം കാണുന്നു, അശ്ലീലത കാണുന്നു അല്ലേ, അതാണല്ലോ കണ്ണുകൊണ്ട് നോക്കുക എന്ന് പറയുമ്പോൾ. കൈ കൊണ്ട് എന്തെങ്കിലും ഒരു പാപം ചെയ്യുന്നു, അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? കണ്ണിനെ ചൂഴ്ന്നെറിയണമെന്നോ. അപ്പോൾ പിന്നെ കണ്ണ് പോയോ? അന്ധനാവണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താ അതിൻ്റെ അർത്ഥം? ഈ കാഴ്ച, ഈ നോക്കുന്ന ഈ വസ്തു കണ്ണിൽ നിന്നെടുത്ത് മാറ്റണം. അത് നോയിക്കൊണ്ട് അവിടെ നിൽക്കരുത്, ഓടണം അതിൽ നിന്ന് അല്ലേ. അപ്പോൾ കൈ കൊണ്ടൊരു കാര്യം ചെയ്യാൻ പ്രലോഭനം വരുമ്പോൾ ഈ കൈ ഇതിൽ നിന്ന് മാറ്റി വെക്കണം, ദൂരെ പോകണം അല്ലേ. അങ്ങനെ ഏത് വസ്തുവാണോ പാപത്തിലേക്ക് നമ്മുടെ ശരീര അവയവങ്ങളെ പ്രലോഭിക്കുന്നത് അതിൽ നിന്ന് ഓടിപ്പോകണം. അപ്പോൾ കൈ വെട്ടിക്കളയണമെന്നല്ല അതിൻ്റെ അർത്ഥം, കൈയും അതുമായിട്ടുള്ള അടുപ്പം മാറ്റണം അല്ലേ. ഇപ്പോൾ ചിലർക്ക് ടി വി കാണുന്ന വലിയ പ്രശ്നമാണ്, അപ്പോൾ കണ്ണങ്ങ് ചൂഴ്ന്ന് കളഞ്ഞാൽ മതിയോ? അല്ല, ടി വി എടുത്ത് തല്ലിപ്പൊട്ടിക്കണം, അതതിൻ്റെ അർത്ഥം. ടി വി തല്ലിപ്പൊട്ടിച്ച് കളയണം. ചിലർക്ക് ഫോണായിരിക്കും, ഫോൺ കളയണം. ചിലപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലേ, ഫേസ്ബുക്ക്, അതൊക്കെ അത് കട്ട് ചെയ്ത് കളയണമെന്നാണ് പറഞ്ഞു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശരീരം പാപത്തിൽ പോവും അല്ലേ. ഇവിടെ കണ്ണിൻ്റെയും കയ്യിൻ്റെയും കാര്യം പറഞ്ഞു. 18-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കാലിൻ്റെ കാര്യവും പറയുന്നുണ്ട് കർത്താവ്. കയ്യോ കാലോ എന്ന് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:12 ഒന്ന് കേട്ടെ, അപ്പോസ്തലന്റെ ആ വാദം. എനിക്കെല്ലാം അനുവദനീയമാണ്. ചിലർ പറയും എല്ലാം ചെയ്യാലോ, ഒന്നും പാപമൊന്നുമില്ലല്ലോ, സിനിമ കാണാം, ടി വി കാണാമോ, അതിനെന്തോ ഇത്ര വലിയ കുഴപ്പം, എല്ലാം അനുവദനീയമാണ്. പക്ഷേ എല്ലാം പ്രയോജനമുള്ളതൊന്നുമല്ല, ആത്മീയമായിട്ട് പ്രയോജനമുള്ളതൊന്നുമല്ല. എനിക്കെല്ലാം എന്തും എവിടെയും പോവാ, എന്തും ചെയ്യാന്ന് ചിലർ പറയും. സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയും. പക്ഷേ ഞാൻ ഒന്നിൻ്റെ അടിമയാകത്തില്ല. കണ്ടോ, ശരീരം ഒന്നിൻ്റെ ഒരാസക്തിയുടെയും അടിമയാകാൻ പാടില്ല അല്ലേ. ഏതിൻ്റെയെങ്കിലുമൊക്കെ അടിമയാണോ നമ്മൾ? ഒരുപാട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഇതിപ്പോൾ ഓടിച്ചങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഒരാസക്തിക്കും അടിമയാകാൻ പാടില്ല നമ്മുടെ ശരീരങ്ങൾ. ഉറക്കമാകട്ടെ, ആഹാരമാകട്ടെ, കാപ്പുകൂടിയാകട്ടെ, ചായ കൂടിയാകട്ടെ, ഒന്നിൻ്റെ അടിമയാകാൻ പാടില്ല അല്ലേ. ശരീരം വളരെ അച്ചടക്കത്തോടെ ദണ്ഡനം ചെയ്യണമെന്നൊക്കെയാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 9 അല്ലേ. പ്രസംഗിച്ചു കഴിഞ്ഞ് മറ്റുള്ളവരെ പ്രസംഗിച്ചിട്ട് ഞാൻ അയോഗ്യനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡനം ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ കണ്ണിനെയൊക്കെ വെട്ടാറുണ്ടോ? കയ്യിനെ വെട്ടാറുണ്ടോ? അതായത് അത് ഇടർച്ച വരുത്തുന്ന സാധനം വെട്ടിക്കളയണം, ആ മുഖാന്തരങ്ങൾ അല്ലേ. അങ്ങനെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴ്പ്പെടുത്തുന്നുണ്ടോ കർത്താവിൻ്റെ കർത്തൃത്വത്തിനോട്? അങ്ങനെ ശരീരം ഒരു ജീവനുള്ള യാഗമായിട്ട് അവന് സമർപ്പിക്കണം. അപ്പോൾ ശരീരത്തിൻ്റെ കർത്താവ് ആരാണ്? യേശുവാണോ? 8-ാമത്തേത് സമ്പത്ത്, പണം അല്ലേ. ലൂക്കോസ് 16:13 രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു വൃത്തിനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. മാമോൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ധനത്തിന്റെ ദൈവത്തിന്റെ പേരാണ് അല്ലേ. അപ്പോൾ ദൈവത്തെയും പണത്തെയും നിങ്ങൾക്ക് സേവിക്കാൻ പറ്റത്തില്ല. ഇന്ന് പല പ്രസംഗരും പറയുന്ന പറ്റുമെന്നൊക്കെയാണ്. പക്ഷേ കർത്താവ് പറഞ്ഞ പറ്റത്തില്ല. ഒന്നെങ്കിൽ നിങ്ങൾ പണത്തെ സ്നേഹിക്കും, ദൈവത്തെ വെറുക്കും. ദൈവത്തെ സ്നേഹിക്കുമെങ്കിൽ പണത്തെ വെറുക്കും. അതോ ദൈവത്തെ സ്നേഹിക്കുന്നവർ പണത്തെ വെറുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 തിമോത്തി 6:6-11 വരെയുള്ള അപ്പോസ്തലൻ പൗലോസിന്റെ വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. സംതൃപ്തിയോടുകൂടിയ, പണമോഹമില്ലാത്ത ജീവിതത്തിൽ എന്ത് കാണും? സംതൃപ്തി കാണും. സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ നേട്ടമാണ്. അതാണ് നേട്ടം, അല്ല സാമ്പത്തിക നേട്ടമല്ല. ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. ജനിച്ചപ്പോൾ ഒരു തുണി പോലും ഇടാതാണല്ലോ നമ്മളെല്ലാം വന്നത്. അല്ല ആരെങ്കിലും തുണിയൊക്കെ ഇട്ട് വന്നോ? ഇല്ല. ഒരു തുണി, ഒരു നൂല് പോലും നമ്മുടെ ദേഹത്തില്ലായിരുന്നു.
ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല. ഒരു കാറും കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒരു വീടും കൊണ്ട് ഒരു പ്രമാണം പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അല്ലേ? ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, അപ്പോസ്തലൻ പറഞ്ഞു നമുക്ക് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ നമുക്കൊരു കെട്ടിടം പോലും വേണ്ട, അല്ലേ? കയറി കിടക്കാൻ ഒരു കെട്ടിടം പോലും വേണ്ട. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ ദൈവഭക്തന്മാർ മതി. അല്ലാതെ നമുക്ക് കാറ് വേണം, അല്ലേ, വലിയ വലിയ ഈ ആഡംബരം വേണം ഒന്നൊന്നും പറയരുത്. അതാണ് സംതൃപ്തിയോടുള്ള ജീവിതം. അതായത് നമ്മുടെ അത്യാവശ്യങ്ങൾ, അല്ല അത്യാഗ്രഹങ്ങളല്ല, അത്യാവശ്യങ്ങളൊക്കെ നടന്നു പോകുന്നൊരു ജീവിതമാണെങ്കിൽ സംതൃപ്തിയോടെ ദൈവഭക്തിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. തുറന്ന് വായിച്ചാട്ടെ. ഇത് പോരാ, എനിക്ക് വലിയ ഇന്ന് അങ്ങനെ ഒരുപാട് പേരില്ലേ, എനിക്ക് സമ്പന്നനാകണം, എനിക്ക് പണക്കാരനാകണം, ഈ തലമുറയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഭദ്രതയുള്ളവനാകണം, എൻ്റെ തലമുറയിലെ ഏറ്റവും ഇന്നെല്ലാ യൗവനക്കാരും ഇതൊക്കെയല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഏറ്റവും മുതിരണം, എനിക്ക് ഭയങ്കര അങ്ങനെ സമ്പന്നരാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തോ സംഭവിക്കും? വലിയ ചതിക്കുഴികളിൽ അവർ വീഴും. കാരണം അവരുടെ ഉള്ളം ദൈവത്തിന് വിരോധമായി പോവുക. പണത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ വെറുക്കുന്നു. അപ്പൊ അവൻ പോകുന്ന പാത ആപത്തു നിറഞ്ഞതാണ്. മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മണ്ടത്തരങ്ങൾ കാണിച്ചു വെക്കും. നമ്മൾ കാണാറില്ലേ, വേണ്ടാത്ത കടമെടുക്കും, വേണ്ടാത്ത മണി ചെയിൻ, മറ്റേത് മറിച്ചത്, ഇവിടെ പോയി പൈസ കൊടുത്തു, അവിടെ കുറച്ച് പെട്ടെന്ന് കാശ് കിട്ടുമെന്ന് വിചാരിച്ചു. ഒരുത്തം ഫോൺ വിളിച്ച് പറഞ്ഞു ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ 1 കോടി 1 വർഷത്തിനകത്ത് കിട്ടും. 1 കോടി പോയിട്ട് 50 പൈസ പോലും കിട്ടിയില്ല, എല്ലാം അടിച്ചുകൊണ്ട് പോയി. മൗഢ്യമായ കാര്യങ്ങളിൽ വീണുപോയി, മണ്ടത്തരത്തിൽ വീണുപോയി. എന്താ, പെട്ടെന്ന് പൈസ കെട്ടി ധനികനാകാന്ന് ചിന്തിച്ചു. കണ്ടോ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാ. കണ്ടോ, സകലവിധ ദോഷത്തിൻ്റെയും വേര് പണമോഹം. അപ്പൊ പണമോഹം വിട്ടുകളഞ്ഞില്ലേ സകലവിധ ദോഷത്തിലും ചെന്ന് പെടും. അത് കാംക്ഷിച്ചിട്ട് അയ്യോ, വിശ്വാസമൊക്കെ വിട്ടുപോയി, വിശ്വാസ കപ്പലൊക്കെ തകിടം മറിഞ്ഞു പോയി. കണ്ടോ, അപ്പൊ ക്രിസ്തീയ ജീവിതം തൊലയ്ക്കണമെങ്കിൽ പണമോഹം നമ്മുടെ ഉള്ളിൽ കയറി. അതുകൊണ്ടാണ് പണമോഹം പ്രസംഗിക്കുന്ന പ്രസംഗകർ നിരവധി ഉള്ളത്. പിശാച് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക ക്രിസ്തീയ ജീവിതം പൊളിക്കാനായിട്ട്. ദൈവം പണം തരുമെന്നും പറഞ്ഞുകൊണ്ട് അയ്യമാർ പ്രസംഗിക്കുന്നത്. ദൈവം പണമോഹത്തിന്റെ കൂട്ടുകാരനാണ്. നിങ്ങൾ പണമോഹത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ ഇതാ ഒരു ദൈവം കടന്നു വന്നിരിക്കുന്നു. ഇതെന്തിനു വേണ്ടിയിട്ടാണ് പിശാച് അയക്കുന്നത്? വിശ്വാസം തകിടം മറിഞ്ഞു പോകുവാൻ, അല്ലേ? സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തിയാണ് ശരിയായ നേട്ടം. അത് ഇവരാരും പ്രസംഗിക്കാറില്ല. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടാണ് എബ്രായ ലേഖനം 13:5 നമുക്ക് ഒരു വലിയ കൽപ്പന നൽകിയത്, ഒരു താക്കീത് നൽകിയിരിക്കുന്നത്. എന്താണ്? നടപ്പില് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. കണ്ടോ, നേരത്തെ പറഞ്ഞതുപോലെ സംതൃപ്തി. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടേ മതി. കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയുമില്ല. പിന്നെന്തിനാ ഈ പണമോഹത്തെ ഓർത്ത് നിങ്ങളിങ്ങനെ വ്യസനപ്പെടുന്നത്? നിങ്ങൾ ആരും പിച്ചക്കാരാകുകയില്ല, അല്ലേ? സങ്കീർത്തനക്കാരൻ പറയുന്നല്ലോ, ഞാൻ വയസ്സായിരിക്കുന്നു, ഇന്നേ വരെ നീതിമാൻ ഭിക്ഷ ചോദിക്കുന്ന കണ്ടിട്ടില്ല, അവൻ്റെ സന്തതി റോഡിൽ കിടക്കുന്ന കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ദൈവം നോക്കിയുള്ള. അവൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, അവനെ തേടുക, അല്ലാതെ പണത്തിൻ്റെ പുറകെ ഓടുകയല്ല വേണ്ടത്, അല്ലേ? ഒരു വാക്യം ബൈബിളിൽ നിന്ന് വായിക്കാം, അത് നിങ്ങളുടെ കയ്യിലില്ല. റോമാലേഖനം 13:7-8. പണത്തിൽ നമ്മൾ വിശ്വസ്തരാണോ? പണത്തിൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിലാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? റോമാലേഖനം 13:7-8. എല്ലാവർക്കും കടമായുള്ളത് കൊടുക്കുവിൻ. കടമായിട്ടുള്ളത് എല്ലാവർക്കും കൊടുപ്പിൻ. എന്തൊക്കെ കൊടുക്കണം? നികുതി കൊടുക്കേണ്ടവന് നികുതി, നികുതി. ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ചുങ്കം. ഭയം കാണിക്കേണ്ടവന് ഭയം, ഭയം. മാനം കാണിക്കേണ്ടവന് മാനം, മാനം. കേട്ടോ, എല്ലാം പണ വിഷയം അല്ലാത്ത വിഷയം എല്ലാം നമ്മൾ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം. നികുതി കൊടുക്കണം, അല്ലേ? ടാക്സ് കൊടുക്കണം. പിന്നെ ചുങ്കം. ചുങ്കം എന്ന് പറഞ്ഞാൽ റവന്യൂ ആണ്. സർക്കാരിന് ഈ ടാക്സ് അല്ലാതെ പല വിധത്തിലുള്ള വരുമാന മാർഗങ്ങളുണ്ട്. അവിടെ നമ്മൾ കൊടുക്കാതെ അത് വെട്ടിച്ച് കളയരുത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ട 8ാമത്തെ വാക്യം, സ്നേഹമല്ലാതെ വേറൊരു കടത്തിലും നമ്മളായിരിക്കും. നമ്മുടെയൊക്കെ കടത്തിനാണോ ജീവിക്കുന്നത്? ഒരുപാട് വിശ്വാസികൾ കടത്തിലാണ്. അതായത് വരവിന് കൂടുതലായിട്ട് ചെലവ്. അപ്പോൾ പിന്നെ കടമെടുക്കാതെ അങ്ങനെ ജീവിക്കാൻ പറ്റും?
അല്ലേ? ഇവിടെ ദൈവ കൽപ്പനയാണ്, സ്നേഹമല്ലാതെ വേറെ ഒറ്റ കടവും ദൈവമക്കൾക്ക് പാടില്ല. അല്ലേ? നികുതി കൊടുക്കണം, ചുങ്കം കൊടുക്കണം, പണം കൊടുക്കണം, വേറെ ഒരു കടവും നമ്മുടെ ജീവിതത്തിൽ പാടില്ല സ്നേഹമല്ലാതെ. അപ്പോൾ നമ്മൾ നികുതിയൊക്കെ കൊടുക്കാറുണ്ടോ? നമ്മൾ ചിലപ്പോൾ അത്രയ്ക്ക് വരുമാനം ഇല്ലാത്തവരാണെങ്കിൽ നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ചുങ്കം വെട്ടിക്കാറുണ്ടോ നമ്മൾ? ഹൈവേ കൂടെ പോകുന്ന ടോൾ വരുന്നു, നമുക്ക് വെട്ടി ഷോർട്ട് കട്ടിൽ കൂടെ പോകാം. എന്തോ അത് ചുങ്കം വെട്ടിച്ചു. ഒരു സ്ഥലം വിറ്റു, ഒരു സ്ഥലം വാങ്ങിച്ചു, അതിൻ്റെ ആ പണം നമുക്ക് കുറച്ച് എഴുതാം പേപ്പറിൽ, കാരണം ടാക്സ് കൂടും. ഇതെന്തോ ചുങ്കം വെട്ടിച്ചില്ലേ? ഇതൊക്കെ വിശ്വാസികൾ ഒരു പ്രശ്നം, ഒരു മനസാക്ഷി കുത്തുവില ചെയ്യാണ്. അല്ലേ? വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ കൊടുക്കണം. കാരണം എന്താണ്? നമ്മുടെ ദൈവം സമ്പത്തൊന്നുമല്ല. അല്ലേ? മർക്കോസിന്റെ 12:17 ബൈബിളിൽ നിന്ന് വായിച്ചേ. ദൈവത്തിനുള്ളത് ദൈവത്തിന് മാത്രം കൊടുത്താൽ പോരാ, കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കണം. അപ്പം നീതിയുള്ളവരായിരിക്കണം നമ്മൾ. അല്ലേ? നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കണം. കടം ഒരു രീതിയിലും നമ്മൾ പാടില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് കടം എടുക്കേണ്ടി വന്നാൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണം. അല്ലാതെ കടത്തിൽ ജീവിക്കുക ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. 9ാമത്തേത് നമ്മുടെ സ്വത്തുവകകൾ. ലൂക്കോസ് 14:33. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയും. തനിക്കുള്ളതെല്ലാം കർത്താവിന് വേണ്ടി കൊടുക്കാൻ മനസ്സുള്ളവരായിരിക്കണം. കൊലോഷ്യർ 3:5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അവിടെ കേട്ടോ, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അപ്പോൾ കണ്ടോ, നമ്മൾ ഈ സ്വത്തുവകകൾക്ക് വേണ്ടി അത്യാഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ വചനം അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? അതൊരു വിഗ്രഹമാണ്. അതായത് ദൈവത്തോടുള്ള നമ്മുടെ ആരാധനയിൽ നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ സ്വത്തുക്കൾ എല്ലാം കർത്താവിന് വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറാണോ? അവൻ ചോദിക്കുകയാണെങ്കിൽ. രണ്ടാമതായിട്ട്, അതൊന്നും നമ്മുടെ ഹൃദയത്തിൽ ഒരു ആരാധന വസ്തുവായിട്ട് മാറുന്നില്ല എങ്കിലേ സ്വത്തുക്കളുടെ കർത്താവ് യേശുവാന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി അവസാനമായിട്ട് നമ്മുടെ ഹൃദയം. വെളിപ്പാട് 2:4 എന്ന് വായിച്ചേ. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരുന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. എഫീഷ്യ സഭയോട് കർത്താവ് പറയുകയാണ്, നിന്റെ ആദ്യ സ്നേഹം. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരുന്നു? ആദ്യ സ്നേഹം ആരാകണമായിരുന്നു? ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മേലായിട്ട് ഒരാളെ സ്നേഹിക്കുമ്പോഴാണ് അത് ആദ്യ സ്നേഹമാകുന്നത്. ആദ്യ സ്നേഹം ആരായിരിക്കണം? കർത്താവായ യേശുക്രിസ്തുവായിരിക്കണം. മത്തായി 6:19-21. കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ഉഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളു. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും. സ്വർഗത്തിലായിരിക്കണം നമ്മുടെ നിക്ഷേപം. ആ നിക്ഷേപം എവിടെ ഇരിക്കുന്നു അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം. അല്ലേ? അത് ഒരു തത്വമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപം എവിടാണോ അവിടെ ആയിരിക്കും. അപ്പം നമ്മുടെ നിക്ഷേപം ഭൂമിയിലാണെങ്കിൽ എപ്പോഴും നമ്മൾ ഭൂമിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. അല്ലേ? സ്വർഗത്തിൽ നിക്ഷേപം എന്ന് പറയാൻ സ്വർഗത്തിൽ ആരാ ഉള്ളത്? യേശുക്രിസ്തു. അല്ലേ? അപ്പോൾ യേശുക്രിസ്തു ഈ 2 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദിക്കട്ടെ, നിങ്ങളുടെ ആദ്യ സ്നേഹമാണോ നിങ്ങളുടെ ഏക നിക്ഷേപമാണോ? എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കുന്നത് യേശുക്രിസ്തുവിനെയാണോ? പിന്നെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഹൃദയം ഏറ്റവും കൂടുതൽ താലോലിക്കുന്നത്, നിങ്ങളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗമാണോ യേശുവാണോ? എങ്കിൽ ഏക നിക്ഷേപം സ്വർഗത്തിലിരിക്കുന്നു, യേശുക്രിസ്തു തന്നെ. അപ്പോൾ കണ്ടോ, നമ്മൾ 10 കാര്യങ്ങൾ ചിന്തിച്ചല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം, അതിൻ്റെ അഭിലാഷം യേശുക്രിസ്തുവാണോ ആ വിഷയത്തിൽ നമ്മുടെ കർത്താവ്? നമ്മുടെ സമയത്തിൻ്റെ കർത്താവ് യേശുവാണോ? നമ്മുടെ തൊഴിൽ മേഖലയിൽ യേശുവാണോ നമ്മുടെ കർത്താവ്? നമ്മുടെ ബന്ധങ്ങളിൽ യേശുവാണോ കർത്താവ്? നമ്മുടെ ചിന്തകളിൽ യേശുവാണോ കർത്താവ്? നമ്മുടെ വാക്കുകളിൽ യേശുവാണോ കർത്താവ്? നമ്മുടെ ശരീരത്തിൻ്റെ മേൽ യേശുവാണോ കർത്താവ്? നമ്മുടെ സമ്പത്തിൻ്റെ മേൽ യേശുവാണോ കർത്താവ്? നമ്മുടെ സ്വത്തിൻ്റെ വിഷയത്തിൽ യേശുവാണോ കർത്താവ്? നമ്മുടെ ഹൃദയം, ഇതാണ് ഏറ്റവും അടിസ്ഥാനം. ഇതിൽ നിന്നാണ് ഇതെല്ലാം പുറപ്പെട്ടു വരുന്നത്. നമ്മുടെ ഹൃദയത്തിൽ യേശുവാണോ കർത്താവ്? അപ്പോൾ യേശു കർത്താവാകുന്നു എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിൽ ഈ 10 മേഖലയും തുടർമാനമായിട്ട് നമ്മൾ വചനപ്രകാരം ശോധന ചെയ്തുകൊണ്ടിരിക്കണം. യേശു തന്നെയാണോ യഥാർത്ഥത്തിൽ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവായിട്ടിരിക്കുന്നത്, അധികാരിയായിട്ടിരിക്കുന്നത്? അവസാനം പറഞ്ഞിരിക്കുന്ന വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. 1 കൊരിന്ത്യർ 10:31. ആകയാൽ നിങ്ങൾ തിന്നാലും
ഭക്ഷിച്ചാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യും. നമ്മൾ ഒന്നാമത് ജീവിതാഭിലാഷങ്ങളിൽ കണ്ടായിരുന്നല്ലോ, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെ മുൻനിയമിച്ച് വെച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം കൊണ്ടുവരേണ്ടവർ. പക്ഷെ അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? തിന്നുകയും കുടിക്കുകയും, അല്ലേ? ഏറ്റവും അടിസ്ഥാനപരമായ ജീവിതത്തിലെ കാര്യങ്ങൾ പോലും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയായിരിക്കണം. അവസാനം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് മുതിരുമ്പോൾ ലൂക്കോസ് 6:46 എല്ലാവരും ഒന്ന് കേട്ടെ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? അപ്പോൾ കർത്താവ് എന്നെ ചുമ്മാ കർത്താവേ കർത്താവ് എന്ന് വിളിക്കുന്നു, പക്ഷെ ഈ പറഞ്ഞ 10 കാര്യങ്ങളിൽ ഇപ്പോൾ നോക്കിയ ഒരു വാക്യങ്ങളും അനുസരിക്കുന്നില്ല. ഇതല്ലേ ഇന്നത്തെ ക്രിസ്തീയ സഭ, അല്ലേ? ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യം ക്രിസ്തീയ സഭ പാലിക്കുന്നുണ്ടോ? തൊഴിൽ മേഖലയിൽ ഇതുപോലെ ചിന്ത, വാക്ക്, ശരീരം, സ്വത്ത്, സമ്പത്ത്, അല്ലേ? ചുങ്കം കൊടുക്കുന്നതിൽ, നികുതി കൊടുക്കുന്നത്, ഇവിടെയൊക്കെ ക്രിസ്തീയ ആളുകൾക്ക് ഇത് നമ്മൾ ചുമ്മാ പാട്ടും പ്രാർത്ഥനയും ആരാധനയിൽ മാത്രം യേശു കർത്താവ്, അല്ലേ? അപ്പോൾ കർത്താവ് തിരിച്ചു ചോദിക്കണം, നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ, ഈ 10 മേഖലയിലും എനിക്ക് അധികാരം പൂർണ്ണമായിട്ട് തരാതിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കർത്താവ് എന്ന് വിളിക്കുന്നത്? വെറും അർത്ഥശൂന്യമായ ഒരു വിളിപ്പേരായിപ്പോയി അത്, അല്ലേ? അത് മനസ്സിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവാണെന്ന് പറയുമ്പോൾ അതിന് വളരെ ആഴമേറിയ അർത്ഥമുണ്ട്. ആ അർത്ഥത്തിനോട് ചേർന്ന് പോകുന്ന ജീവിതം കാഴ്ചവെക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുവാനായിട്ട് നമുക്ക് വളരെ വേഗത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവെ, ഈ സായാഹ്ന സമയം കർത്താവ് നിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും നിൻ്റെ പാദപീഠത്തിലിരുന്ന് നിൻ്റെ വചനം ധ്യാനിക്കുവാനും നീ നൽകിയ ഈ അവസരത്തിനായിട്ട് സ്തോത്രം കർത്താവെ. ദൈവമായ കർത്താവെ, വചനത്തിൽ നിന്ന് ഞങ്ങൾ ധ്യാനിച്ചതുപോലെ ഈ ജീവിതത്തിൻ്റെ 10 മേഖലയിലും യഥാർത്ഥമായിട്ട് കർത്താവെ, വാസ്തവമായിട്ട് നിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ ജീവിപ്പാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് കർത്താവ്. നീ ജീവൻ നൽകി രക്തം ചൊരിഞ്ഞ് ഞങ്ങളെ വിലക്കെടുത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഇതിനെല്ലാം കർത്താവെ ബാധ്യസ്ഥരാണ്. കർത്താവെ, ഞങ്ങളെ തന്നെ ചതിക്കാതെ വചനപ്രകാരം നിൻ്റെ അധികാരത്തോട് കീഴ്പ്പെടുവാൻ, വിധേയപ്പെടുവാൻ വിനയമുള്ള ഹൃദയങ്ങളെ ഞങ്ങൾക്ക് പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനപ്രകാരം ഇനിയും ഞങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യുവാനും മാനസാന്തരപ്പെടേണ്ട വിഷയങ്ങളിൽ മാനസാന്തരപ്പെട്ട് നിന്നോട് കീഴ്പ്പെടുവാനും നിന്നോട് തിരിയുവാനും ഞങ്ങളെവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ വചന ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.